ചേട്ടാ സ്ട്രോങ് ആയിട്ട് ചായ എടുത്തേ. ഇപ്പൊ തരാം. എനിക്കൊരു മിനി ഗോൾഡ് വേണേ. തരാം കേട്ടോ. ചേട്ടാ കഴിക്കാൻ എന്താ ഉള്ളത്? ബജി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ബ്രെഡ് ഓംലെറ്റോ? ഇല്ല മോനെ. കൊള്ളാലോ, ചെത്ത് സ്റ്റൈൽ. കുറിയൊക്കെ തൊട്ട് കാറിലൊക്കെ ഒരു വരവ്. ഏടാ ഇതൊക്കെ എന്റെ സ്ഥിരം സെറ്റപ്പ് അല്ലടാ. അല്ല ഇത് എന്തോ ഡ്രസ്സാണ് ഇത്? എടോ ഓഫീസിന്റെ കാര്യത്തിന് വന്നാന്ന് പറഞ്ഞില്ലേ? ശരി ശരി വാ പോവാം. നിക്കടാ, ഞാൻ ചായ പറഞ്ഞിട്ട് കുടിച്ചിട്ട് വരാം. ചേട്ടാ ചായ ഒന്നും വേണ്ടട്ടോ, ക്യാൻസൽ. നീ എവിടേക്കാ? എന്റെ പൊന്നളിയാ, നീ കാർ കയറി, നമുക്ക് രണ്ടെണ്ണം അടിച്ച് റിലാക്സ് ആയിട്ട് പോവാം. ഇത്ര കേറ്. നീ ഫ്രണ്ടിൽ കയറിക്കോ, ബാഗ് പുറകെ വെച്ചേക്ക്. അല്ലെങ്കിലും നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. Cheers. Cheers ഡാ. ഇവനത് എന്തോന്ന് വാട്ടർ ടാങ്കോ? എന്നാ അടി അടിക്കുന്നത്? അളിയാ cheers ഡാ. Cheers. Cheers അളിയാ. കൊറേ നേരം cheers എടുത്ത് അടിച്ചാ പോരെ. ഹോയ് റംബ ഹോയ് റംബ ഹോയ് റംബ ഹോയ് ഹോയ് റംബ ഹോയ്. അളിയാ നിന്റെ ലവ് സെറ്റ് ആയതിൽ എനിക്ക് ഫുൾ ഹാപ്പി അളിയാ. Cheers ഡാ. കൺഗ്രാറ്റ്സ് അളിയാ. താങ്ക്സ് ഡാ. ഇതും കൂടി അടിച്ച് തീർത്തു. ഓഴി അല്ല അതൊക്കെ വിട്. നിന്റെ ലവ് സ്റ്റോറി ഇപ്പൊ ഏത് സ്റ്റേജിലാ? എന്റെ പൊന്നളിയാ, വൺ സൈഡ് ലവിലൊന്നും ഒരു കാര്യമില്ല. അല്ല നിന്റെ ലവറിന്റെ പേരെന്തായിരുന്നു? മറന്നുപോയല്ലോ. സകു. സകു എന്റെ ഡാർലിംഗ് അളിയാ. സകു പേരെന്താ ഇത്ര ചെറിയ പേര്? ആഹാ, പേര് മാത്രമേ ചെറുതാരേ ഉള്ളൂ, ബാക്കിയൊക്കെ വലുതല്ലേ. കണ്ണ്, കളറ്, ഹൈറ്റ് അതൊക്കെ ഭീകരാന്നേ. അടയാ ക്ലോസിംഗ് ടൈമാ, ബില്ല് സെറ്റിലേ. സോറി ചേട്ടാ. എന്തോ ആടത്? നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നേ എന്താ? നിന്റെ ലവറുടെ പ്രായം ഓവർ ആയാലും സീനൊന്നുമില്ലടാ. പക്ഷെ അവളുടെ അച്ഛനോട് മാത്രം ഓവർ ആവലെന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞെന്ന് പറ. അവളുടെ അപ്പൻ്റെ അടുത്ത് ക്ലോസിംഗ് ടൈം പരിപാടിയൊന്നും നോക്കണ്ട, 24 മണിക്കൂറും പോളിച്ച് അടിക്കണം. നീ എന്താ ആലോചിക്ക? അതന്നെടാ, അവളുടെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെ പറയുന്ന ആലോചിച്ചതാ. നാളെയാ നിന്റെ അടുത്ത് ഒരു സീരിയസ് കാര്യം പറയാനുണ്ട്. എനിക്കും അതെടാ, സീരിയസ് ആയൊരു കാര്യം പറയാനുണ്ട്. പറയടാ. ടൈം എത്രയായി? 10. ഒരു ബിയർ വേണോടാ. മാതികളൊന്നും ഇതടിച്ചിട്ട് ബിയർ അടിക്കരുത്. ഇതടിച്ചിട്ട് ബിയർ അടിച്ച കിക്ക് വേറെ ലെവലാ. അറിയാത്തോണ്ടാ. എടാ അടിച്ച് മതി ഇപ്പൊ തന്നെ. നീ ഓവർ എടാ അടയ്ക്കാറാടാ ബാറ് വെറുതെ. ദാവയ്ക്ക് പോവാന്നേ, ദാവയിൽ ബിയർ കിട്ടും. മാറി നിനക്കെന്താ പ്രാന്തായോ? പൈസ കൊടുക്കല്ലേ? നീ ഇത് എന്തോന്നാണ് കാണിക്കുന്നത്? ഇരുന്നവിടെ മനുഷ്യനെ ഉറപ്പിക്കാൻ. എനിക്ക് എത്ര പെട്ടെന്ന് ബിയർ വേണം. ഇപ്പൊ ചെന്നാലും ദാബേന്ന് കിട്ടും. വാ പോവാ. ഇപ്പൊ നിനക്ക് എന്താ ബിയർ അല്ലേ? എനിക്കിപ്പോ എത്രയും പെട്ടെന്ന് ബിയർ വേണം. ബിയർ ഇല്ലാതെ വരത്തില്ല. വാളിയാ दोस्ती हम नहीं भूलेंगे भूलेंगे. എടാ പറയുന്നത് കേൾക്കണം. എടാ ബീർ വേണ്ട, എനിക്ക് നാളെ കാലത്ത് ബാങ്കിൽ പോകാനുള്ളതാ. എനിക്ക് ഇക്കിൾ വന്നോണ്ടിരിക്കുക. ബിയർ അടിച്ചില്ലേ അത് കൂടും. നീ ഇവിടെ അയ്യോ എന്നെ പൊന്നളി എന്തിനാ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. ഇവനെ കൊണ്ടൊക്കെ. എടാ എടാ ഒന്ന് വേഗം വാടാ, നാളെ കാലത്ത് കുറെ പണിയുള്ളത് എനിക്ക്. ഫാമിലി ഫാമിലി അവിടെ. എടാ ഒന്ന് വേഗം ഇറങ്ങി വാടാ, മതിയടാ. എടാ കാലത്ത് കുറെ പണിയുള്ളതാ, ഒന്ന് വേഗം വാടാ മോനെ. എടാ അളിയ വേഗം വാടാ, നാളെ കാലത്ത് ബാങ്കിൽ ജോലി ഉണ്ടാ, ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടാ, നാട്ടിൽ പോണോടാ. ഒരു പണിയിലേക്ക് തന്നോളൂ. അളിയ
ഈ സമയത്ത് ഇവിടെ ബിയറൊക്കെ കിട്ടുന്നുണ്ടെങ്കിലേ സൂപ്പറടാ. ഇതൊക്കെ എന്ത്? ഇതൊന്നും അല്ല. അധികം വൈകാതെ ഏരിയ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഇവിടെ കള്ള് മാത്രമല്ല, കള്ളിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് മഞ്ചൂരിനും കിട്ടൂടാ. എത്രയാടാ ബിയറിന്റെ വില? നമ്മളതിന് പൈസ കൊടുത്തില്ല. എന്താ പറഞ്ഞ? നീ പഠിച്ചു മാറ്റിയതാ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഏടാ എന്തുവാടാ? അളിയാ, ഞാൻ ഇവിടുത്തെ ലോക്കൽ ആളല്ലേ, മാത്രമല്ല റെഗുലർ കസ്റ്റമർ കൂടിയാ. എന്നിട്ട് എൻ്റെ അടുത്ത് ഇരട്ടി പൈസ വിൽക്കാൻ പാടുണ്ടോ? അവൻ്റെ ജാടകം കാണിച്ചു, എൻ്റെ ധൈര്യം ഞാനും കാണിച്ചു. സെറ്റാടളിയാ. എനിക്ക് എന്തോ നീ ചെയ്തത് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് ആ ദാബയിലേക്ക് തിരിച്ചുപോയി അവനെ കണ്ട് ഇതിന് പൈസ കൊടുത്തിട്ട് വരണം. അളിയാ, ഈ സമയത്ത് നമ്മൾ അയാളെ പോയി കണ്ടു കഴിഞ്ഞാലേ നമ്മുടെ കാര്യം തീരുമാനമാവും. വേണമെങ്കിൽ നാളെ രാവിലെ കാണാം. എന്താ അതുപോലെ? നാളെ രാവിലെ ചെന്ന് കാണാനേ അവൻ എവിടെയും പോകാൻ പോകുന്നില്ല. എന്താടാ പോലീസ് നമ്മളെന്നും പോലീസുകാർ കൈയാണിച്ച് നിർത്താൻ പോകുന്നില്ല. അളിയാ, ഞാനും ലോക്കൽ, അവരും ലോക്കലാ. ഒരു ലോക്കൽ വേറൊരു ലോക്കലിൻ്റെ അടുത്ത് കളിക്കോ? ഞാൻ നോക്കിക്കോളാം, നീ വിട്ടോ. ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ടെന്ന്. സാർ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എത്ര അടിച്ചടാ? ഫുൾ ബോട്ടിൽ ലിക്കർ, 2 ബിയർ, പിന്നെ ചിപ്സ് പാക്കറ്റ്, പിന്നെ വേറെ എന്തൊക്കെയോ. ഒന്ന് ഊതി. ഊതേണ്ട കാര്യം എന്താ സാറേ? അടിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും മണം വരത്തില്ലേ? രണ്ടുപേരും കാർ നിറങ്ങടാ. എന്താ സാറ് കയറി ഓടിക്കാൻ പോവാ? പൊന്നു സാറേ, വിട്ടു അലമ്പാക്കല്ലേ സാറേ. എന്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നതാ. ലൈറ്റായിട്ട് 2 അങ്ങനെ അധികമൊന്നുമില്ല. അയ്യോ, സാറിന് പരിചയപ്പെടുത്താൻ മറന്നു. ഇതിന്റെ ഫ്രണ്ട്. വേഗം നിർത്തില്ല. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ബിയർ അടിക്കണ്ടെന്ന്. നീ പറഞ്ഞാ ഭാഗ്യം, ഒന്ന് അവനും കിട്ടി. കുറച്ച് സമാധാനായി. എവിടെ പരമാറി എന്നെ പരിചയപ്പെടുത്താൻ കൊണ്ട സമയം. സാർ, സാറും ലോക്കലാ, ഞാനും ലോക്കലാ. 2 ലോക്കൽസിന്റെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. രണ്ടും കുട്ടി മറിച്ച് എവിടുന്ന? ദാബയിൽ നിന്നാ വരുന്നേ. ദാബയിൽ നിന്നാ വരുന്നേന്ന്. ഡാബേന്ന് വരുവാ? അതെ സാറേ, ദാബേന്നാ വരുന്നേ. അല്ല, ആ ദാബേല്? യെസ്, അത് ഞാൻ തന്നെയാ. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾ വഹിക്കുന്നു സാർ. സാറേ, ആ ദാബേന്ന് ഓടി രക്ഷപ്പെട്ടവർ എന്റെ കയ്യിലുണ്ട്. ഇപ്പോ അവരെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ സാറേ, അറിയാതെ പറ്റിപ്പോയത്. ഒന്നും മിണ്ടാതിരുന്നാ സാറ്. അത് അറിയാതെ അങ്ങനെ കൈബദ്ധം പറ്റിപ്പോയത്. ഒന്ന് വിട്ടേക്ക്. നോക്കൂ സാറേ, എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. നമുക്ക് കാലത്ത് സംസാരിക്കാം പോരെ? രാത്രി കൊണ്ടുവന്നതാ. ആരെങ്കിലും ഒന്ന് വാടേ, മുടിഞ്ഞ തലവേദനയും. നമസ്കാരം സാറേ. സാറായിരുന്നോ? ഇത് ഞാനാ സാറേ. ബാഹുബലി ഇറങ്ങിയപ്പോ ടിക്കറ്റ് വാങ്ങി തന്നില്ലേ? ലോക്കൽ ആള്, അത് ഞാനായിരുന്നു. ഓഹോ, ഡ്യൂട്ടിയിലാണല്ലേ? എന്നാ ആയിക്കോട്ടെ. നിന്നെ ഇവിടെ എന്തിനാ കൊണ്ടുവന്നെന്ന് അറിയോ നിനക്ക്? എനിക്കറിയാം സാറേ. ഇന്നലെ അടിച്ച് ബോധമില്ലാണ്ടായപ്പോ അറിയാതെ പറ്റിപ്പോയതാ. വെള്ളം അടിച്ച് ചെയ്താന്ന് പറഞ്ഞു. എന്തിനാ വെള്ളം അടിച്ച നീ? എന്റെ ഫ്രണ്ടിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. ഫ്രണ്ടിന്റെ സന്തോഷത്തിന് നീയാണോ വെള്ളം അടിക്കുന്നത്? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. ഞാൻ ഫുള്ള് കോപ്പറേറ്റ് ചെയ്യാം സാറേ. എത്രയാ വേണ്ടേ പറഞ്ഞാ മതി. ആരുടെ പ്ലാനാ? പ്ലാനോ? പ്ലാൻ എന്തിനാ? പ്ലാനും കോപ്പൊന്നുമില്ല സാറേ. അല്ലടാ, നിന്റെ ഫ്രണ്ട് അറിഞ്ഞാ പ്രശ്നമാവില്ലേ? പിന്നെ ഒന്ന് പോയി സാറേ, അവനൊന്നും ഒരു പ്രശ്നമല്ല. ശരിടാ, പോയിന്റ് എഴുതാം. അല്ല, അപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ പോയിന്റ് ഒന്നും ഇല്ല. ആവശ്യമില്ലാതെ ചിലക്കാൻ നിൽക്കരുത്. ചോദിച്ചതിന് മാത്രം ഉത്തരം പറയാം. ചോദിച്ചതിന് മാത്രം പറയാം സാർ. പറയാം സാർ. നീയും അവനും കൂടെ ബിയർ വാങ്ങാൻ ദാബയിലേക്ക് പോയിരുന്നു. അവനും നീയും തമ്മിൽ അടിയുണ്ടായി. അതെ സാറേ. അത് കഴിഞ്ഞ് ബിയർ എടുത്ത് പുറത്തേക്ക് വന്നു. കറക്റ്റാ പറഞ്ഞേ. അപ്പൊ ആ ദാബാക്കാരനെ ഷൂട്ട് ചെയ്തപ്പോഴാ? എന്താ പറഞ്ഞേ?
അപ്പോ ആ ദാബക്കാരനെ കൊന്നത് എപ്പോഴാണെന്ന്? ഞാൻ ഡാബക്കാരനെ കൊന്നോ? അതേടാ, അയാളെ നീ എന്തിനാ കൊന്നതെന്ന്? ഞാൻ ഡാബക്കാരനെ കൊന്നു. ദാബക്കാരനെ എന്തിനാ കൊന്നേന്ന്? ഡാബക്കാരനെ കൊന്നോ? പറയണം. ഡാ 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 നിന്റെ ഫ്രണ്ട് അങ്ങനെ ചെയ്യുമ്പോ തടയണമെന്ന് അറിയില്ല നിനക്ക്? ഞാൻ എങ്ങനെ തടയാനാ സാറ്? അവൻ കാറി കയറിയപ്പോൾ ഞാൻ കാര്യം പറഞ്ഞ് ചെയ്തത് തെറ്റായി പോയെന്ന് അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം നടന്നോ ഉടനെ പോലീസിൽ അറിയിക്കണമെന്ന് അറിയില്ല നിനക്ക്? എന്റെ ഫ്രണ്ടിനെ പോലീസിനെ അങ്ങനെ ഒറ്റ കൊടുക്കാൻ പറ്റുമോ സാറ്? അല്ല, അത് പിന്നെ അവൻ വേണോന്ന് വിചാരിച്ച് ചെയ്തതല്ല സാറ്. അടിച്ച് പറ്റായപ്പോ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോയതായിരിക്കുമെന്നേ. അതിപ്പോ അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും തെറ്റാ. ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥ എന്താ സാറേ? നിന്റെ ഫ്രണ്ട് കാരണം നീ ആകെ പെട്ടുപോയ അവസ്ഥ അത് തന്നെ. തിങ്കളാഴ്ച നമുക്ക് കോർട്ടിൽ വെച്ച് കാണാം. കോടതിയില്ല? ഇവൻ ചെയ്ത് അത്രയും വലിയ തെറ്റായിരുന്ന? എന്റെ ഒടേ തമ്പുരാനെ. അങ്ങോട്ട് സാർ ഞാൻ പറയുന്ന കേക്ക് സാർ. എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ. ഞാൻ എത്ര വേണേലും തരാൻ തയ്യാറാ സാർ. നമുക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്താ പോരെ? എടാ, ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്താ വഴിന്ന് പറ. എന്ത് കോപ്പ കാണിക്കുന്നേ? ഇത്രയും ദിവസം ലോക്കലാന്ന് പറഞ്ഞിട്ട് എടാ ആരെങ്കിലൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കടാ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള വഴി നോക്ക്. എടാ, എനിക്ക് ഇപ്പോഴും കുറെ പരിപാടികളുള്ളതാ. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. പറയാം. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് നീ പുറത്തു പോകാനുള്ള വഴിയെക്കുറിച്ചാണോ എപ്പോഴും ആലോചിച്ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ മനസ്സിലാവാതെ? ബീർ അടിച്ചു മാറ്റാൻ അവർ നിന്നെ അറസ്റ്റ് ചെയ്തു. നിന്റെ കൂടെ തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു. എടാ, ബീർ അടിച്ചു മാറ്റിയ ഫൈൻ അടപ്പിക്കണം. നിന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ വാൺ ചെയ്ത് പറഞ്ഞു വിടണം. അല്ലാതെ സെല്ല് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്താ കൊലപാതകം ചെയ്തോ? കറക്റ്റ്. എന്താ കറക്റ്റാന്ന്? എന്ത് കറക്റ്റാന്ന്? ഇപ്പോഴാ കറക്റ്റ് കാര്യത്തിലേക്ക് നീ വന്ന. എന്ത് കറക്റ്റാ? നീ കാര്യം തെളിച്ചു പറ. നമ്മളെ അറസ്റ്റ് ചെയ്തേക്കുന്നത് 3G സ്കാം മോഷണ കേസിൽ നല്ല മോനെ, 4G സ്കാം മർഡർ കേസിലാ. എന്റെ ദൈവമേ, മർഡർ കേസോ? മർഡർ എന്ന് പറഞ്ഞ എവിടെ? ആരുടെ മർഡർ? എന്റെ ദൈവമേ, എന്റെ പൊന്നു സാറേ, ഞങ്ങൾ മർഡർ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒന്നും അറിയാം. എടാ ആരെ കൊന്ന കാര്യം? ആരുടെ മർഡർ? നീ ആരെ കൊന്ന? ഒന്ന് പറഞ്ഞാടാ. ഒന്ന് അടങ്ങി. ഞാൻ പറയുന്ന സമാധാനമായിട്ട് കേക്ക്. ഇപ്പോ ഒരു പോലീസുകാരൻ വിളിച്ചു. എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചു. ചെയ്തെന്ന് ചോദിച്ചാ ബിയറിന്റെ കാര്യം വിചാരിച്ച മർഡറാണെന്ന് എനിക്കറിയോ? നീ പറ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് നീ തന്നെ മറുപടി പറയും. എന്റെ പൊന്ന് സാറേ, ഇവന്റെ മർഡർ എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല സാറേ. സത്യം പറയുന്ന സാർ, എനിക്ക് മർഡറായിട്ട് ഒരു ബന്ധമില്ല. സത്യമാ സാറേ, എനിക്ക് ഇവനായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ വെറും ബാങ്കിലെ ജോലിക്കാരനാ. എനിക്ക് ഇവനെ അറിയത്തുകൂടിയില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇതായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല സാറേ. എന്റെ പൊന്ന് സാറേ, പറയുന്നതൊക്കെ വെറുതെ കളിക്കല്ലേ. അളിയ എന്റെ പൊന്നളിയ, എടാ എന്നെ പുറത്തിറക്കടാ. എനിക്ക് പോയിട്ട് വരെ കുറെ കാര്യങ്ങളുള്ളതാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ വരെ. നിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ട് ആരെങ്കിലും ഒന്ന് ഫോൺ വിളിക്കാം. നീ ലോക്കൽ എന്നല്ല പറഞ്ഞ, ഒന്ന് ഫോൺ വിളിച്ച് നോക്കണം പ്ലീസ്. ട്രംപിനെ വിളിക്കട്ടെ? ട്രംപിനെ? എടാ എന്തുവാടാ? എടാ നീ വെറുതെ കളിക്കല്ലേട്ടാ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജീവിച്ച് കൊതി തന്നിട്ടില്ല എനിക്ക്. പ്ലീസ് ഡാ. എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എല്ലാം ശരിയാക്കാം സാറേ. ഒരു മർഡർ ചെയ്തു വന്ന എന്നെയും എനിക്ക് സപ്പോർട്ട് ചെയ്ത ഇവനെയും പോലീസുകാരെ പിടിച്ച് ജയിലിലിട്ടു. എടാ അളിയ എന്റെ പൊന്നളിയ, എടാ ബാങ്കിൽ ജോലി പോടാ. അവിടെയാണെങ്കിൽ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. എന്നെ ഒന്ന് ഇവിടുന്ന് ഇറക്കടാ. വിടാനാ? എങ്ങനെ വിടാനാ? വെറുതെ മനുഷ്യമാനം കൊടുത്താനായിട്ട്. എടാ, ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ജയിലിൽ കയറാൻ നമ്മൾ എത്ര പുണ്യം ചെയ്തിരിക്കണമെന്ന് അറിയോ? ഒരുപാട് പുണ്യം ചെയ്തിരിക്കണോടാ. പോടാ സാറ്. തീപ്പെട്ടി ഉണ്ടോ? ചുമ്മാ. ഓക്കെ. വേറെ വഴിയില്ല അളിയ. വരുന്ന 2 ദിവസത്തിനുള്ളിൽ നമ്മൾ കോടതി കയറും. അതിനു മുമ്പ് നല്ലൊരു വക്കീലിനെ സെറ്റാക്കണം. ഞാനും അതേക്കുറിച്ചാണ് ആലോചിക്കുന്നത്. നാട്ടിൽ അതിന് മാത്രം നല്ല വക്കീലേതാ ഉള്ളേ. ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നവരെ അറിയാം, ബിവറേജുകാരെ അറിയാം. എടാ എന്റെ പെണ്ണ് ലോയ പഠിക്കുന്നത്. അവളെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അവൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോൺ എടുക്ക്. എന്റെ ഉടനെ ഫോണ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഉടനെ. അയ്യോ,
സാർ സാറേ സാറേ അതെ എന്താടാ? സാർ ഒന്ന് വന്നേ സാറേ, പറയട്ടെ. ഒന്ന് വാ സാറേ. സാറേ 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 എന്നടാ കാര്യം എന്താ? പ്രശ്നമൊന്നുമില്ല അല്ല സാറ് ഞങ്ങളുടെ ഫോൺ ഒന്ന് തരാൻ പറ്റുമോ? അതിന് ചെലവുണ്ടല്ലോ. ഒരു കോളിന് 500. സാർ ഞങ്ങളുടെ ഫോണിൽ ഔട്ട് ഗോയിങ് ഫ്രീയാ സാർ. നിന്റെ സെല്ലിന് ഓഫർ ഉണ്ടാവും, പക്ഷെ ഈ സെല്ലിനകത്ത് നിൽക്കുമ്പോ ഓഫർ ഇല്ല. സാർ പ്ലീസ് സാർ. ഓഫർ വേണോ വേണ്ടയോ? സാറേ എനിക്ക് ക്യാഷ് വേണമെങ്കിൽ ATM പോയി എടുക്കണമെന്നേ. നീ ഒന്നും മിണ്ടായിരുന്നു പ്രാന്തേറ്റൻ. സാറേ ക്യാഷൊക്കെ ATM ഞാൻ പിന്നെ എടുത്തു തരാം. ആഹാ പേടിഎം കരോ. കൊടുത്തേക്കാടാ, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഇങ്ങത്താ സാറേ, ഞാൻ ഇപ്പൊ തന്നെ ഇട്ട് തരാം പ്ലീസ്. താങ്ക് യു സാറേ. സാറേ അടങ്ങടാ, ആദ്യം പൈസ വരട്ടെ. ഇപ്പൊ വന്നു കേട്ടോ സാറേ. ഇനി പറ, നിനക്ക് എന്താ വേണ്ടേ? ഒരു നല്ല വക്കീലിനെ വേണം സാറേ, കൊണ്ടുവരുമോ? ഞങ്ങളെ പുറത്തിറക്കാൻ വക്കീൽ വേണ്ടേ? വക്കീലല്ലേ, നമുക്ക് നാളെ നോക്കാം. സാറേ 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 ഒരു മിനിറ്റ്. എന്താടാ? ഒരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. പറ. സാറേ ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് അയച്ചിട്ടേ 10 രൂപയുടെ പാരച്യൂട്ടിന് വെളിച്ചെണ്ണ ഇട്ടില്ലേ, അതൊന്ന് വാങ്ങി തരുമോ? പാരച്യൂട്ടിന്റെ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് മുടി കൊഴിഞ്ഞു പോവാ സാറേ. എവിടെ നോക്കട്ടെ? പാരച്യൂട്ട് അല്ലേ? ഇവിടുത്തെ പോലീസുകാരൊക്കെ നിനക്ക് പാരച്യൂട്ട് വാങ്ങാൻ നിൽക്കുന്നവരാണ്. പാരച്യൂട്ട് ഞാൻ വാങ്ങുന്നുണ്ട്. ഇതുമ്പോ ശരിക്കും അങ്ങ് തേച്ചിട്ടേ നിന്റെ മുടി ഞാൻ ശരിയാക്കി തരാം. ഓട മരമാക്രി. എന്താടാ? ഹലോ 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 കേൾക്കുന്നുണ്ടോ? മനുഷ്യനെ മര്യാദയ്ക്ക് ഉറങ്ങാനും സമ്മതിക്കില്ലേ? എപ്പോ നോക്കിയാലും ഈ ഉറക്കം തന്നെയല്ലേ. സമയം എത്രയാ? ഈ സമയത്ത് കിടന്ന് ഉറങ്ങാണോ നീ? കൊട്ടേഷൻ നല്ലതാണ്, ഫേസ്ബുക്കിൽ ഇട്ടോ, ഞാൻ ലൈക്ക് ചെയ്തേക്കാം. ഫേസ്ബുക്ക് ഒക്കെ പിന്നെ നോക്കാം. ഇപ്പൊ എന്റെ ഫേസ് പേപ്പറിൽ വരുന്ന അവസ്ഥയായിരിക്കും. എന്താ പേപ്പറിലോ? അല്ല നീ ഇപ്പോ എവിടെയാ? ഞാനാ പോലീസ് സ്റ്റേഷനില്. പോലീസ് സ്റ്റേഷനിലോ? അവിടെ എന്താ പരിപാടി? അത് പിന്നെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഒരു മർഡർ കേസിൽ. എന്താ മർഡർ കേസോ? എടി അത് പറയാനല്ല ഞാനിപ്പോ വിളിച്ചത്. മർഡർ കേസിലൊക്കെ നീ എങ്ങനെ പെട്ടു? നിനക്കെന്താ ബോധമില്ലേ? ബോധമില്ലാത്തോണ്ടല്ലേ ഈ കേസിൽ പെട്ടുപോയെ. അതിന് മാത്രം കുടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അയ്യോ എന്റെ ദൈവമേ, നീ ഇങ്ങനെ ക്രോസ് എക്സാമിൻ ചെയ്ത് വെറുപ്പിക്കല്ല. ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോയോ? ഓക്കെ ഡോണ്ട് വറി, ഞാൻ പെട്ടെന്ന് വന്നേക്കാം. നീ ഏത് പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്? ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിന്റെ വാട്സാപ്പിൽ ഇട്ടേക്കാം. നീ എത്രയും പെട്ടെന്ന് ബെയിലിന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തിറക്കാൻ നോക്കാം. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്താ? ഞാൻ LLB സ്റ്റുഡന്റ് മാത്രം. കോഴ്സ് കഴിയാതെ ബെയിലിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിന്റെ കോഴ്സ് കഴിയുന്ന ഒരുപാട് കിടക്കാനൊന്നും പറ്റില്ല. എടാ മണ്ട, എന്റെ അങ്കിൾ ഒരു ഫേമസ് ലോയറാ. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. ആള് വന്ന് നിന്റെ ബെയിലിന് അപ്ലൈ ചെയ്തോളും. ഓ സൂപ്പർ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോര്. ഞാൻ വരാം, നീ ടെൻഷൻ അടിക്കണ്ട, സമാധാനിക്ക്. സഖിയേ സഖിയേ, ഈ പ്രേമത്തിനർത്ഥം അറിയുകയോ? മനമേ മനമേ നീ പാടുകയോ? കനവായി കനവായി എന്നരികിൽ കനവായി ചേരുകയോ? അഴകേ മലരെ എന്നരികിൽ വാ, തുടരാൻ നാം സായാഹ്നമായി ഇതിലെ. മനമാകെ തേടുന്നു നിൻ സ്വരമോ? ഉണരാൻ നാം സ്നേഹത്തിൻ തേനായി, ദാഹത്തിൻ നോവായി. ചൊരിയൂ നീ പ്രിയ സഖിയേ, ഇതെല്ലാമേ മായ. പൂവ് പോലെ വന്നൻ സഖി, നീ വാ വേഗം എന്റെ നെഞ്ചിലെ തീയായി പോരീ വാ. തീരാദാഹം ഒരു നാളും നീ മായിലത്തേനെ. പെണ്ണേ നീ ഇല്ലാതെ ഞാൻ പൂർണ്ണതയില്ല. നീയല്ലേ എൻ ലോകം. ശ്യാമമേഘമേ, പ്രാണന്റെ ജീവനായി ഞാനോ? ഞാൻ നിന്നിലോ നീ എന്നിലോ? നീ പ്രാണനായി വരൂ പെണ്ണേ സഖിയേ.
സ്നേഹതീരമായി വന്നിടൂ അഴകിൻ മലരേ നിശ്വാസത്താളമായി നിന്നിടൂ മിഴിച്ചിമ്മ നേരമായി ഉണരൂ നീ പൊന്നു പോലെ ഇന്നിവിടം സ്വർഗമാണോ ജന്മദിനം കൊണ്ടാടൂ പൊന്നേ. അവിടുത്തെ രേഖയൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഇവിടുത്തെ വര അത് പോക്കാം. ശരിയല്ലേ? പ്രേമിച്ച പ്രശ്നം ഉണ്ടാവണമെന്ന് നിർബന്ധം. ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ല. അല്ല, ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ ഇപ്പൊ എന്താ സംഭവിച്ചേ? അച്ഛൻ ഓരോ ദിവസവും എന്നെ ഓരോ പയ്യന്മാരെ കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിന്റെ ഫോട്ടോ ഇപ്പൊ കാണിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ശരി, എന്നാ പിന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ കാര്യം സംസാരിച്ചാ പോരെ? അയ്യോ, എനിക്കാ റിസ്ക് എടുക്കാൻ വയ്യ. നിനക്ക് എന്റെ ഡാഡിനെ കുറിച്ച് അറിയാത്തോണ്ടാ. ഏത് സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യമൊക്കെ നീ മറന്നുപോയോ? രാകേഷ് രേവതി തമ്മിൽ എത്ര ഇഷ്ടമായിരുന്നു. വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ എന്തായി? അവിടെ ആകെ പ്രശ്നമായി വേറെ ഒരുത്തനോടെ കെട്ടിച്ചു വിട്ടു. നമ്മുടെ ബാലു സ്വപ്ന പേരൻസ് സമ്മതിക്കാത്തോണ്ട് വീട്ടിൽ നിന്നിറങ്ങി എവിടെ പോയി സൂസൈഡ് ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കാര്യത്തിൽ സംഭവിക്കരുത്. ഏയ് കീർത്തി, എന്താടി ഇത് കൊച്ചു പിള്ളേരെ പോലെ? കീർത്തി, നമ്മൾ ഒരിക്കലും പിരിയാൻ പോകുന്നില്ല. പ്രോമിസ്. നമ്മൾ തമ്മിൽ പിരിയാതിരിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? അതിനൊരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഒന്നിക്കണം. നിനക്ക് താല്പര്യമില്ലെങ്കിൽ അക്കാര്യം വിട്ടേക്ക്. സാർ 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 എന്താ? വക്കീലിനെ കുറിച്ച് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി സാർ? ഈ കേസിൽ കുറ്റവാളികൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനും താല്പര്യമില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ കാര്യം പോക്കാം മക്കളെ. ലോക്കലായിരുന്നിട്ട് എന്ത് കാര്യം? ഒരൊറ്റ ലോക്കൽ പോലും സഹായിക്കുന്നില്ലല്ലോ. നന്ദിയില്ലാത്തവന്മാര്. ഇത്തരം പ്രശ്നങ്ങൾക്കിടെ വെറുതെ ഇതിൽ പോയി ചാടി എന്തിനാ? അല്ല, നീ എന്തിനാ ഇവിടെ വന്നത്? നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഓഫീസിന്റെ കാര്യത്തിന് വന്നതാണെന്ന്. അതാ ചോദിച്ച ഓഫീസ് കാര്യം എന്താന്ന്. കാട്ര സിംഗ് എന്നൊരു ക്ലയന്റ് ഹോട്ടൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഹെഡ് ഓഫീസിലേക്ക് പോയെ. അത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നത്. എന്നിട്ട് അവരെ നീ കണ്ടോ? കാണാൻ പറ്റിയില്ല. ഇനി കാണാനും പറ്റത്തില്ല. എന്താ, നാട്ടിലില്ലേ? ജീവനോടെ ഇല്ല. വാട്ട്? അവൻ ചത്തന്റെ പേരിൽ നമ്മളിപ്പോ ജയിലിൽ കിടക്കുന്നേ. അപ്പൊ നമ്മൾ പോയ ദാവ കാട്ര സിംഗിന്റെ ആയിരുന്നു. ഓ ഷിറ്റ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്നെ ആദ്യം ഈ കോർട്ട് ഫോർമാലിറ്റീസ് ഒക്കെ ഫിനിഷ് ചെയ്ത് ഈ മർഡർ കേസായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലെന്ന് പെറ്റീഷൻ ഫയൽ ചെയ്യണം. പക്ഷെ ലോയർ, ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. നിന്റെ അങ്കിൾ ഓക്കെ ആണോ? ഒരു തവണ നീ എന്റെ അങ്കിളിനെ കണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ പിന്നെ നീ മറക്കില്ല. ഇപ്പൊ നിന്റെ അങ്കിൾ എവിടെയാ? ടോക്കൺ നമ്പർ 1. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. എവിടെയാ തന്റെ സ്ഥലം? കോലഞ്ചേരി സാർ. കേസിന്റെ ഫയൽ കൊണ്ടുവന്നുണ്ട്. ഭൂലോകം വാനം മുട്ടി പറക്ക് പാടണോ പാട്ടിൽ നീ സംഗീതത്തിൻ കുയിലോ കേക്കട ഭൂലോകം വാനം മുട്ടി പറക്ക് പാടണോ പാട്ടിൽ നീ സംഗീതത്തിൻ മൂളിപ്പാട്ടും ന്യായത്തിന് റൈറ്റ് ഹാൻഡ് ന്യായത്തിന് ജെയിംസ് ബോണ്ട് ഇട്ടേക്കിൻ വിട്ട നേരം പണിയോ ന്യായത്തിന് തന്റെ ജാതകത്തിലെ പ്രശ്നങ്ങൾ ശരിയാക്കി എതിർകക്ഷിയെ പരാജയപ്പെടുത്താനുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 13-നാണ് കേസ്. അതോടെ അവന്റെ ജീവിതം തീരും. സാർ ഇങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് സമാധാനം കിട്ടിയേ. ഇനി അടുത്ത തവണ വരുമ്പോ കേസ് ഫയൽസിന്റെ കളർ ഫോട്ടോസ്റ്റാറ്റ് എല്ലാം എടുത്തോണ്ട് വരണം. എന്നാ ഇപ്പൊ
ആ മോളെ കീർത്തി എന്തൊക്കെയുണ്ട്? എനിക്കിവിടെ സുഖം അങ്കിളെ. ആ. അവിടെ വിശേഷം എന്താ? എനിക്ക് സുഖം തന്നെയാ മോളെ. എനിക്ക് അങ്കിളുടെ ഒരു ചെറിയ ഹെൽപ്പ് വേണം. എന്താ മോളെ? എനിക്ക് വേണ്ടി ഒരു കേസ് വാദിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും മോളെ. യെസ്. ഇനി പറഞ്ഞോ മോളെ. അങ്കിൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ കേസ് ഒന്ന് ടേക്ക് ഓവർ ചെയ്യും. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോക്ക് വേണ്ടി ഈ കേസിൽ ഞാൻ അപ്പിയർ ചെയ്തിരിക്കും. നമ്മൾ ഈ കേസിൽ ജയിക്കുകയും ചെയ്യും. താങ്ക്സ് അങ്കിളെ. അങ്കിള് വേഗം വരാൻ നോക്കൂ. ശരി മോളെ, എന്നാ വെച്ചേക്കട്ടെ. പുതുതായി കേസ് വന്നു ഒരു വല്ലോടോ, കേസും കൂടെ അവന്റെ ആയി. ജന്മം മൊത്തം പാഴാണല്ലോ. നീ പോരാട്, കാണും സെക്ഷൻസ് എല്ലാം അത് ചേർത്ത് വെക്കും ഫിക്ഷനായി. ന്യായം വരെ നീയും പോരാടില്ലേ, നല്ലവരെ നീയും രക്ഷിച്ചിടും. വേഗം പോയിടാമോ, ഉലകം ചുറ്റിടലോ, കൊടുത്ത വാക്കെല്ലാം നീ പാലിച്ചിടാമോ. ന്യായം വിജയിക്കും, ധർമ്മം ജയിച്ചിടണം. പോരാടി വിജയിച്ചാൽ നീയാണോ സൂപ്പർ ഹീറോ. ജയിക്കടാ ഭൂലോകം വനം മുട്ടെ പറക്ക്, ആരുടെ പാട്ടോ നീ വിജയക്കൊടി നാട്ട്. ജയിക്കടാ ഭൂലോകം വനം മുട്ടെ പറക്ക്, ആരുടെ പാട്ടോ നീ വിജയക്കൊടി നാട്ട്. ലോയലായി നിന്ന് നോക്ക്, ലോ ബുക്സും കണ്ട് നോക്ക്. ലോജിക്കും മാജിക്കും വേണ്ടേ വേണ്ട. ന്യായത്തിന് റൈറ്റ് ഹാൻഡ്, ന്യായത്തിന് ജെയിംസ് ബോണ്ട്. റീടേക്കിൻ വിട്ട നേരം 18 പണിയോ. ഇരിക്കങ്ങളെ. ശരി മോളെ. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് റോക്കി ഒന്ന് കാണാൻ പറ്റുമോ? വെയിറ്റ് ചെയ്യും. എന്താ മോളെ, അവര് വരുമോ ഇപ്പോ? വിളിക്കാന്ന് പറഞ്ഞു. ആരാ മോളെ ഇവിടുത്തെ CI? സുധാകരൻ സാറാ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണോ? അതൊന്നും എനിക്കറിയില്ല. ഓക്കെ. ഹായ്. ഹായ്, ഞാൻ ലോക്കൽ കല്യാൺ. ഇതാ എന്റെ അങ്കിളായിരിക്കും നിങ്ങളുടെ കേസ് വാദിക്കാൻ. നമസ്കാരം സാറേ. ഐ എം അഡ്വക്കേറ്റ് മാർത്താണ്ഡ. ഹായ് ഞങ്ങളെ. അങ്കിള്? ഞാനെന്താ നിന്റെ അമ്മയുടെ ആംഗ്ലയാണോ അതോ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? കോൾ മീ സർ. എടാ സാറിന് വിളിക്കും. സാറ് വേണം ഞങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെയാണെന്ന് പുറത്തിറക്കാൻ. ഓക്കെ. എന്റെ അവസ്ഥ വളരെ മോശം സാറേ. നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഇരിക്കി. അല്ല, എന്താ കേസ്? മർഡർ കേസാ സാറേ. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഇൻഷുറൻസോ? ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം എന്താ? അതെന്താണെന്നറിയോ മോളെ, ഒരുപക്ഷെ ഈ കേസിൽ എങ്ങാനും ഇവന്മാരെ ശിക്ഷിക്കുകയാണെങ്കിൽ എന്റെ ഫീസിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവരുതല്ലോ. അതിനുള്ള മുൻകരുതല. അങ്കിളെ, അതിന് ശിക്ഷയ്ക്ക് എന്തിനാ സാറേ? ഞങ്ങൾ അതിന് മർഡർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ള. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല സാറേ. സത്യം. ഇതും കുറെ കേട്ടിട്ടുള്ള. ഇയാള് നമ്മളെ പെടുത്താൻ വന്നതാണോ? അല്ല, നിങ്ങൾ ശരിക്കും വക്കീല? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്തൊരു കഷ്ടം ഇത്. സർ, വി ആർ സോറി സാർ. നീ എന്താ പറയത്തെ? സോറി സാർ. നിങ്ങൾ ആവശ്യമില്ലാതെ അങ്കിളിനെ ടെൻഷൻ ആക്കല്ലേ. അങ്കിൾ ഈ കേസ് വാദിച്ച് ജയിപ്പിച്ചു തരും. കേസ് ജയിപ്പിച്ച് വരുമെന്ന് അങ്ങനെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഇതൊരു മർഡർ കേസാ. ആദ്യം എന്താ നടന്നതെന്ന് പറ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. രണ്ട് ബിയറും ചോദിച്ചു ഞാൻ ഡാബയിലേക്ക് കയറി ചെന്നു. ബിയറിന് അവൻ ഇരട്ടി റേറ്റ് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്ന് ആകെ അലമ്പായി. എന്നിട്ട് അവൻ വിട്ടില്ല. കെഞ്ചി നോക്കി, എന്നിട്ട് നടന്നില്ല. പെപ്പർ സ്പ്രേ അടിച്ചിട്ട് ഞാൻ അവിടെ നോടി. ഇനി അവൻ വിട്ടുവരേണ്ട കാര്യമില്ല. ശരിക്കും നടന്നത് ഇതാണ് സാറേ. നിന്റെ ഫേസ് അങ്ങനല്ലോ പറയുന്നത്. സത്യമായിട്ട് ഇതൊക്കെ തന്നെ നടന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാറേ. മർഡർ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് വളരെ ഈസിയാ. പക്ഷെ ആ കേസിൽ നിന്ന് ഒരാളെ പുറത്തെടുക്കാനുള്ള കഴിവ് ഒരു നല്ല വക്കീലിന് മാത്രമേ ഉള്ളൂ. അങ്കിളെ, എങ്ങനെയെങ്കിലും ഈ കേസിന്റെ കാര്യത്തിൽ ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ മോളെ. നാളെ മുതൽ ഞാൻ ഒരു യഥാർത്ഥ വക്കീലായിട്ട് മാറാൻ പോവാ. വക്കീലായിട്ട് മാറാൻ പോകുന്നു. മാറാൻ പോവാണെന്നോ? എന്ന് വെച്ച് ഇതുവരെ നിങ്ങൾ വക്കീലല്ലായിരുന്നോ? അപ്പൊ ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾ മർഡർ കേസ് ഒന്നും വായിച്ചിട്ടില്ലേ? നോ, ഇതാണ് എന്റെ ആദ്യത്തെ കേസ്. ആദ്യത്തെ കേസോ? യെസ്. അപ്പൊ ഈ കിഡ്നാപ്പ് പോലുള്ള പെറ്റി കേസുകളൊന്നും വായിച്ചിട്ടില്ല? എല്ലാം തീരുമാനായി. അറ്റ്ലീസ്റ്റ് പിക് പോക്കറ്റ് കേസെങ്കിലും? നെവർ. അതൊന്നും ഞാൻ പിടിക്കില്ല മോളെ. ടു ബി ഫ്രാങ്ക്, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ കോടതിയിലോട്ട് പോലും പോയിട്ടില്ല. എന്നൊന്ന് കൊന്നുതരും. അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ലോ പഠിച്ചു കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ജസ്റ്റ് ഇപ്പോ റീസെന്റ്. ഐ എം എ ഫ്രഷർ. അപ്പൊ ഇത്ര വർഷം അങ്കിൾ എന്താ ചെയ്തോണ്ടിരുന്നേ? റിസർച്ച്. റീസർച്ചോ? എന്ത് റിസർച്ച്? ഒരു വക്കീലിനെ ഫോളോ ചെയ്താൽ കോപ്പി കാറ്റ് എന്ന് പറയും. അതിന് പകരം 10 വക്കീലിനെ ഫോളോ ചെയ്താൽ റിസർച്ച് എന്ന് പറയും. ഇതുവരെ അതായിരുന്നു എന്റെ ജോലി.
സാറൊരു ഡൗട്ട് വെച്ചോട്ടെ. ചോദിച്ചോടോ. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഈ മർഡർ കേസ് എങ്ങനെ ബാധിച്ച് ജയിക്കുമെന്നാ? നിനക്കിതുപോലത്തെ സംശയമൊക്കെ വരുമെന്ന് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചതാ. 1 സെക്കൻഡ്. ഈ കേസിന് ഉപകരിക്കാൻ വേണ്ടി വരുന്ന വഴിക്ക് ഞാൻ വാങ്ങിച്ച ബുക്കായത്. 30 ദിവസം കൊണ്ട് എങ്ങനെ വക്കീലാകാം. ഇതിന്റെ വില വളരെ കുറവാ, പക്ഷെ നല്ല കണ്ടന്റാ. ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ തലയിലെഴുതി ഞാൻ മാറ്റിത്തരാം. കീർത്തി, നാളെ നമുക്ക് കോടതി വെച്ച് കാണാം. അപ്പം നിങ്ങൾക്ക് എന്റെ ടാലന്റ് മനസ്സിലാവും. അതുവരെ ഗുഡ് ബൈ. പുലിവാല് മുഴുവൻ എന്റെ നെഞ്ചത്തോടാണല്ലോ. അങ്കിൾ ഇപ്പൊ ഇവരുടെ കേസിന്റെ അവസ്ഥ എന്താ? ഈ കേസിന് വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ അവസ്ഥയാ. ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. നീ ഒരു LLB സ്റ്റുഡന്റ് അല്ലേ? എന്താ നിന്റെ അഭിപ്രായം? എനിക്കൊരു ഐഡിയ ഇല്ല അങ്കിളെ. നമുക്ക് എന്തെങ്കിലും ചെയ്യാമോളെ? അവന്മാര് നമ്മുടെ പിള്ളേരല്ലേ. അവന്മാർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം. അങ്കിൾ ഇത് സ്പ്രേ അല്ല, പ്രേ. അതേ മോളെ, ഞാനും അതന്നെ ഉദ്ദേശിച്ചത്. ശരി അങ്കിളെ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. അങ്കിള് പോയിന്ന് റെസ്റ്റ് എടുക്ക്. ഓക്കെ മോളെ, ടേക്ക് കെയർ. അപ്പൊ നമുക്ക് നാളെ കോടതി കാണാം. ഹലോ ഹലോ, ഇനി ഇവനെങ്ങാനും കാഞ്ഞു പോയോ? എടാ കഴുതമോറ, നീ ഇരുന്നുറങ്ങുകയല്ലേ? കള്ളനെ വിശ്വസിച്ച് താക്കോല ഏൽപ്പിച്ച പോലെ ഇവനെ വിശ്വസിച്ച് ഹോട്ടലിന്റെ റിസപ്ഷൻ ഏൽപ്പിച്ചത്. പട്ടാ പകൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാതെ എഴുന്നേക്കടാ. സോറി സാർ. സാറിനെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ആദ്യം നീ നിന്റെ ഉറക്കപ്പിച്ച് മാറ്റ്, എന്നിട്ട് മര്യാദയ്ക്ക് വർത്താനം പറയടാ. ഒഴിവുള്ള ഏതെങ്കിലും റൂമിന്റെ ചാവി എടുത്ത് അടയിറക്കാം. ഒഴിവില്ലാതെ എന്റെ പിന്നിൽ ഇത്രയും ചാവി ഉണ്ടാവോ? ബെഡ്റൂം വേണോ, അതിന്റെ ഒപ്പം ബാത്റൂം വേണോ, അതോ അതിന്റെ കൂടെ ഇനി ബാൽക്കണിയും കൂടിയുള്ള റൂം വേണോ? അതെല്ലാം കൂടെ കിട്ടിയിട്ട് ഞാൻ എന്നാ കാണിക്കാനാ? വാസ്തു പ്രകാരം കറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല റൂം എനിക്കിതാ. വാസ്തു? ഈ നാട്ടിൽ തന്നെ വാസ്തു ഇല്ല. അങ്ങനെയാണെങ്കിലേ സാധാ AC റൂമുണ്ട്, പിന്നെ സെൻട്രൽ AC റൂമുണ്ട്. അതിലേതാ വേണ്ടേ? അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ സാധാ AC റൂം ആണെങ്കിലേ AC ഇട്ടിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫാൻ ഇട്ട് അങ്ങ് തണുപ്പിച്ചാൽ മതി. പക്ഷേ ഈ സെൻട്രൽ AC ആണെങ്കിൽ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ താനെ വരുന്ന കാറ്റിന് ഫാൻ കറങ്ങി നല്ല തണുപ്പായിരിക്കും. എനിക്കെന്നാ വേറെ പണിയൊന്നുമില്ലെന്ന് വിചാരിച്ചു ഇടയ്ക്ക് എഴുന്നേറ്റ് ഫാൻ കറക്കി വിടാനായിട്ട്. ആ സെൻട്രൽ AC റൂം തന്നെ തന്നേക്ക്. വേറെ വഴിയില്ലല്ലോ. എന്നാ പിന്നെ സാറിന്റെ അഡ്രസ് എഴുതിക്കോ. അയ്യോ, ഈ ഹോട്ടലിൽ ആകെ ഒരു ബുക്കാ. ഈ വർഷം മുഴുവൻ എഴുതാളതാ. എഴുതിയത് മതി. അപ്പം മൊത്തം 3000 തന്നേക്ക് സാറേ. 3000? അതിന് ഞാൻ ഈ ഹോട്ടലിൽ വിലയ്ക്ക് വാങ്ങിക്കാൻ വന്നതല്ല. 3000 രൂപ ഉണ്ടെങ്കിൽ 36 പാക്കറ്റ് ചന്ദനത്തിരി, 36 പാക്കറ്റ് കർപ്പൂരം വാങ്ങിക്കാം. ഇത് ശരിയാവൂല. നീ നിന്റെ സെൻട്രൽ AC റൂമും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. ഞാൻ വേറെ ഹോട്ടലിൽ റൂം എടുത്തോളാം. ഹലോ, എന്റെ പൊന്നു സാറേ, എവിടെ പോവാ? ഈ നാട്ടിൽ ആകെ കൂടിയുള്ള 1 and only റിച്ചസ്റ്റ് ഹോട്ടൽ ഇതാ. ഇവിടുന്ന് ഇറങ്ങിയ വേറെ ഹോട്ടലിന്റെ ബോർഡ് പോലും കാണത്തില്ല. വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. വേറെ ഹോട്ടൽ ഇല്ലാത്തത് നിന്റെയൊക്കെ ഭാഗ്യം. ശരി, ഇതാ ആദ്യത്തെ കേസായി പോയി. ചില്ലറയില്ലടാ. ഇത് ചില്ലറയ്ക്കൊന്നുമല്ല. ഇതിൽ ടിപ്സ്, ഇതിൽ ബ്രോക്കറേജ്. ഇങ്ങനെ കണ്ണീ ചോരയില്ലാതെ പിഴിഞ്ഞെടുക്കല്ലേടാ. എനിക്ക് മാത്രല്ല, ഓണർക്കും കൊടുക്കണ്ടേ? ശരി, അതൊക്കെ ഞാൻ കൊടുത്തോളാം. നീ ആദ്യം വന്ന് റൂം കാണിച്ചാ. ആയിക്കോട്ടെ, എപ്പോഴെങ്കിലും കൊടുത്താ മതി. ശരി, നടക്ക്. എങ്ങോട്ടാ? ഇങ്ങോട്ടാ. നേരെ വിട്ടോ. നീയല്ല നിന്റെ അങ്കിള് ഫേമസ് വക്കീലാണെന്നൊക്കെ പറഞ്ഞ എന്നിട്ട് ആള് പറഞ്ഞു കേട്ടില്ല ഇത് ആദ്യത്തെ കേസാണെന്ന്. കാം ഡൗൺ എന്റെ ദൈവം, ഇത് എവിടെ ചെന്ന് നിൽക്കും എന്തോ ഒരു പിടിയില്ല. നീ അങ്ങളുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഞാനൊരു ലോ സ്റ്റുഡന്റ് അല്ലേ. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു. ഇപ്പൊ മൊത്തം കൊളായില്ലേ? അല്ല, പുള്ളി ഇത്ര നാളായിട്ട് ഒരു കേസ് പോലെ എടുത്തില്ലെന്ന് പറഞ്ഞ എന്തൊരു മനുഷ്യനാണോ എന്തോ. അതൊക്കെ അങ്കളുടെ തീരുമാനങ്ങളല്ലേ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആകെയുള്ള ഒരു ഓപ്ഷൻ അങ്കിള് മാത്രം. ഞാൻ ആളോട് സംസാരിച്ച് ബെയിലിന് അപ്ലൈ ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും കാണിക്കേ. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. ഈ കേസ് കഴിയുന്നവരെ നമ്മുടെ കാര്യം ആരും അറിയരുത്. ഓക്കെ. ഏയ്, എന്താടി നീ വിഷമിക്കണ്ട. ഇറ്റ്സ് ഓക്കെ. യു ടേക്ക് കെയർ. ഓക്കെ, ബൈ. ബൈ. ഹായ് കീർത്തി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് മോളെ? ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ മാല എന്തിനാ? ഞാൻ ആദ്യമായിട്ടൊരു കേസ് എടുത്തല്ലേ മോളെ.
അതിന് ആദ്യമായിട്ട് കോടതിയിലേക്ക് വരികയല്ലേ, അതുകൊണ്ട് അതിന്റെ ഒരു ത്രില്ലിനാ. വെറുതെ എന്നെ നാണം കെടുത്തല്ലേ, പ്ലീസ് അതൊന്ന് ഊരി മാറ്റ്. മാല എടുത്ത് മാറ്റാനോ? ത്രില്ലിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഈ മാല ഇട്ടത് തന്നെ. ഇതെന്റെ കഴുത്തിലില്ലെങ്കിലേ എന്റെ ഐഡന്റിറ്റി രജിസ്റ്റർ ആവില്ല. ഇപ്പൊ ഈ മാല ഇട്ട രജിസ്റ്റർ ആവും തോന്നുന്നുണ്ടോ? ശോ, നിങ്ങളൊന്നും മാറൂല, നിങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പുതുമ അംഗീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം, പ്ലീസ്. അങ്കളെ ഓക്കെ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിയേക്കാം. ഇപ്പൊ സന്തോഷമായില്ലേ? ശരി, കേസിന്റെ കാര്യം എന്തായി? ഞാൻ ഹാൻഡിൽ ചെയ്തോളാം മോളെ, അകത്തേക്ക് അല്ലട്ടെ. അതല്ല, സാർ സാർ, എന്താടോ? അത് ജഡ്ജി സാറിന്റെ ചെയറാ. എടോ, LLB പഠിച്ച എനിക്ക് അതറിയില്ല എന്ന് താൻ വിചാരിച്ചോ? അപ്പൊ എന്റെ ടേബിൾ എവിടെയാ? ദാ ഇവിടെയാ സാറേ. ഈ ചെറിയ ടേബിളോ? ഇയാൾക്ക് ഇത്രയും വലിയ ടേബിളും എനിക്കാണെങ്കിൽ ചെറിയ ടേബിളും. എന്തൊരു അന്യായം ഇത്. ഏയ്, താനേതാ വക്കീലിരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന എന്താ? എന്നെ കണ്ടിട്ട് വക്കീലായിട്ട് തോന്നില്ലേ? ഒരു കോട്ട് ഇട്ടെന്ന് കരുതി ആരും വക്കീലാകാൻ പോകുന്നില്ല. കുറച്ചൊക്കെ ഡീസന്റ് ആയിട്ടൊന്ന് ബിഹേവ് ചെയ്യ്. ഓ, ഐ എം മാർത്താണ്ഡൻ. ഐ ആം പബ്ലിക് പ്രോസിക്യൂട്ടർ ഏകാന്തം. ഓഹോ, എന്നെയൊക്കെ കണ്ടൊന്ന് പഠിക്ക്. ഇയാളിത് കോർട്ടിലേക്കാണോ വന്നിരിക്കുന്നത് അതോ ഗുഡ് കോളേജിലേക്കാണോ? മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇയാൾ ഒറ്റയ്ക്കാണോ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്തോ? അങ്കളെ, ആ. ബാഗ്. അവിടെ വെച്ചോ മോളെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അവനെന്താ പറയാത്തെ? നീതിക്കായി വാദിക്കുന്നവന് ശതകോടി നമസ്കാരം. മര്യാദ അറിയണമെങ്കിൽ കുടുംബത്തിൽ പിറക്കണം. അങ്ങോട്ട് മാറിക്കിടാ. വാ. അങ്കളെ, ഈ കേസ് എങ്ങനെങ്കിലും. മോളെ, നീ പേടിക്കണ്ട, ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ. അങ്ങോട്ട് ചെന്നിരിക്കും. ഉം. മിസ്റ്റർ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഈ കേസിനെ സംബന്ധിച്ചുള്ള വാദം തുടങ്ങാവുന്നതാണ്. യുവർ ഓണർ, കല്യാൺ റോക്കി ഇവർ രണ്ടുപേരും കുറ്റവാളികളാണ്. മദ്യപിച്ച് ബോധമില്ലാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ കാട്ര സിംഗ് എന്നൊരു വ്യക്തിയെ ബീർ ഇരട്ടി വിലയ്ക്ക് വിറ്റു എന്നതിന്റെ പേരിൽ സുഹൃത്തിന്റെ സഹായത്തോടെ വെടിവെച്ചു കൊന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണിത്. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഇവർക്കെതിരായിട്ടുള്ള സാക്ഷികളുടെ ഡീറ്റെയിൽസും ഇവിടെ സബ്മിറ്റ് ചെയ്യുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മിസ്റ്റർ ഡിഫൻസ് ലോയർ, മിസ്റ്റർ മാർത്താണ്ഡം. യെസ് യുവർ ഓണർ. എന്താടോ, ജഡ്ജിന്റെ മുമ്പിൽ സംസാരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ളത് തനിക്കറിയില്ലെന്നുണ്ടോ? ദേ, സാറിന്റെ അടുത്ത് നിൽക്കുന്നില്ലേ ആ പുള്ളിക്കാരനാ എന്നോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞത്. എന്റെ ദൈവമേ, താൻ അവിടെ ഇരിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല ഞാനിപ്പോ പറഞ്ഞത്. പിന്നെ ജഡ്ജിനോട് സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇരിക്കുന്നെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പിന്നെ എന്തിനാ പുള്ളിക്കാരൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞത്? നോക്ക് മിസ്റ്റർ ഡിഫൻസ് ലോയർ, ഇത് കോടതിയാണ്. ഇവിടെ ചില റൂൾസ് ഒക്കെ ഉണ്ട്, റെഗുലേഷൻസും ഉണ്ട്. മാനേഴ്സും കാണിക്കണം. അല്ലാതെ തന്റെ കോമാളിത്തരം കാണിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇയാൾ കുറെ നേരം ചുമ്മാ ഒരു മാരി. ഐ എം സോറി യുവർ ഓണർ.
ഇറ്റ്സ് ഓക്കെ. എടി നിന്നെ പോലെ വേറൊരു വിട്ടി. എടോ, താൻ കേസിനെ കുറിച്ച് സംസാരിക്കാതെ ഇങ്ങനെ ഇരുന്നാലെങ്ങനെ? കേസിനെ കുറിച്ച് സംസാരിക്കാൻ എന്താ ഉള്ളത്? എനിക്കൊരു സംശയമില്ല. ദാറ്റ്സ് ഓൾ. അപ്പൊ തനിക്ക് കേസിനെ കുറിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല? യെസ്. ഒന്നും പറയാനില്ല? ഒന്നുമില്ല. നന്നായിട്ടുണ്ട്. ഓക്കെ, ഈ കേസ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ആ സാറിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്. ഒരിയും കിട്ടി വന്നു വെറുതെ പോയി. ഒന്നും സംസാരിക്കാനില്ലേ? എന്താ സംസാരിക്കണ്ടേ? ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. നാളെ ആദ്യ ഏകാദശി, ശ്രാവണി നക്ഷത്രം, നല്ല മുഹൂർത്തം. ഏകാദശി ശ്രാവണ നക്ഷത്രോ? എന്നെ വിശ്വസിക്ക്, ഞാൻ വാദിച്ചോളാം. നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. നോക്കണേ. ആ പൊയ്ക്കോ. സാർ കോഫി. എപ്പോ നോക്കിയാലും ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് ഉറക്കം തന്നെയാണല്ലോ പരിപാടി. വെറുതെ കോഫി വേസ്റ്റ് ആക്കണ്ട. എന്താടാ കാപ്പി എങ്ങനെയുണ്ട്? അത് നീ തുപ്പിയുടെ ചായ ഉണ്ടോ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നേ? ചായ അല്ല കാപ്പിയാ. മധുരമൊക്കെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തതാ. എടാ നീ ശരിക്കും ഒരു ദരിദ്രവാസിയല്ലേ? അല്ലടാ, ഈ ശ്മശാനത്തിൽ ദയിപ്പിക്കുന്ന സമയത്ത് ശങ്കൂന്ന പോലെ രാവിലെ ഒരു ശബ്ദം കേട്ടല്ലോ, എന്താ? ഓ അതാണോ? അത് പിന്നെ ഇവിടെ അടുത്തൊരു പഴയ ഫാക്ടറി ഉണ്ട്. അവിടുത്തെ മെഷീനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ 10 ദിവസത്തിൽ ഒരിക്കൽ എഞ്ചിൻ ഓൺ ചെയ്ത് നോക്കും. അത് എഞ്ചിൻ ഓൺ ചെയ്യുന്ന ശബ്ദം പോലെ അല്ലോ തോന്നിയത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് റോക്കറ്റ് കത്തിച്ച് വിടുന്ന ഒച്ച പോലെ ഉണ്ടായിരുന്നല്ലോടാ. അതാദ്യമായിട്ട് കേൾക്കുന്നുണ്ടാ. മെല്ലെ മെല്ലെ ശീലായിക്കോളൂ സാറേ. ആ പോട്ടെ, നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചോട്ടാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. സാർ ടിഫിൻ 100 രൂപ, ലഞ്ച് 200 രൂപ, ഡിന്നർ 300 രൂപ വിത്തൗട്ട് ടിപ്സ്. ഇത് എന്ത് റേറ്റാടാ? ഇലനക്കിപ്പട്ടിയുടെ ഗിരുനക്കിപ്പട്ടിന്ന് കേട്ടിട്ടുള്ളൂ, ഇപ്പൊ കണ്ടു. കാശ് മേടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പ്രവൃത്തിയിലോട്ട് കാണുന്നില്ല. എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ടിഫിനൊക്കെ ശുദ്ധമായ നെയ്യിൽ ഉണ്ടാക്കുന്നതാ. ഗുണനിലവാരം കൂടുമ്പോ അതിനുള്ള പൈസയും കൂടും. ശരി, പോയി കൊണ്ടുവാ. എടാ പെട്ടെന്ന് പോയിട്ട് വാടാ, എനിക്ക് കോടതി പോണം. സാർ മണി ഫസ്റ്റും ടിഫിൻ നെക്സ്റ്റും. ഈ കോപ്പനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇവൻ എന്നെ കൊണ്ടേ പോവും. ആ എന്നാ പോയിട്ട് വാ. ഇന്നത്തേക്കുള്ളതായി. പോയി പെട്ടെന്ന് എടുത്തോണ്ട് വാ. അതിനകത്ത് തുപ്പിയിട്ടേക്കരുത്. ഐ വിൽ ട്രൈ. ഞാൻ കുളിച്ച് റെഡി ആക്കി, എനിക്ക് കോടതി പോകണല്ലോ. താങ്കൾ ചെന്ന് സന്തോഷത്തോടെ നീരാടിയിട്ട് വരൂ. ഞാൻ ദേ പോയി ഇതാവുന്നു. ഒന്ന് പോയിട്ട് വേണം. ഇങ്ങനെ ഒരു മണ്ടൻ. ഈ കാലത്ത് കുളിക്കുന്നവരെ സമ്മതിക്കണം. ഇത്രയും പെട്ടെന്ന് സാറിന്റെ കുളിയൊക്കെ കഴിഞ്ഞാ? എടാ അതിനെ ബാത്റൂമിൽ വെള്ളം ഉണ്ടായിട്ട് വേണ്ടേ കുളിക്കാനായിട്ട്? അയ്യോ വെള്ളമില്ലല്ലേ. ആ കുളിക്കുന്ന പിന്നാണെങ്കിലും കുളിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്തിയേ? ദാ സാറേ, ഇതെന്താടാ ഇത്? ഇത് തെക്കേ അമ്പലം, ഇത് കിഴക്കേ അമ്പലം, ഇത് പടിഞ്ഞാറേ അമ്പലം. കഴിക്ക് സാറേ, സൂപ്പറാന്നേ. അമ്പലത്തിലെ നിവേദ്യ. അമ്പലത്തിലെ നിവേദ്യോ? ശുദ്ധമായ നെയ്യിലുണ്ടാക്കിയ സാധനം കിട്ടിയില്ലേ? അപ്പൊ ഞാൻ നിനക്ക് 100 രൂപ എന്തിയേ? സർവീസ് ചാർജ് സാറേ. ഇതൊക്കെ പോയി കളക്ട് ചെയ്തോണ്ട് വരണ്ടേ? എടാ ഇറങ്ങിപ്പോടാ. വേഗം കഴിക്കണം. എടുത്തോണ്ട് പോടാ നിന്റെ കോപ്പ്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള. അമ്പലത്തിൽ നിന്ന് പ്രസാദം മേടിച്ചോണ്ട് വന്നിരിക്കും തേണ്ടി. കുളിക്കാനുള്ള മൂടും പോയി. അയാളെവിടെ? എന്റെ കീശയിലും ഇരിപ്പില്ല, എനിക്ക് തന്നെ അറിയാനാ. അതെ, നിങ്ങളുടെ വക്കീൽ വരുമോ അതോ ഒളിച്ചോടി പോയോ? ഇയാളത്തെ എവിടെ പോയി പെറ്റി കിടക്കുക? മിസ്റ്റർ മാർത്താണ്ഡം. യെസ്. താൻ ആദ്യ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് നിന്നേ. ഇതെന്തോ വല്ല സ്കൂളുമാണോ ബെഞ്ചിൽ എഴുന്നേറ്റ്? കോടതി സമയത്ത് എത്ര എന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ? തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കക്കുസി വെള്ളമില്ലായിരുന്നു സാർ. ഓർഡർ, ഓർഡർ. മിക്കവാറും നമ്മൾ തൂക്കിക്കൊല്ലാൻ വിധിക്കും. താൻ കക്കൂസി പോയോ കുളിക്കാൻ പോയോന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. കോടതിയിൽ എത്താൻ വൈകിയതിന്റെ കാരണമാ ചോദിച്ചത്. ഈ ചോദ്യം കറക്റ്റാ. ഇന്ന് 10:30 മണി വരെയാണ് രാഹുകാലം. അതുകൊണ്ട് ഞാൻ കോടതിയുടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. രാഹുകാലം കഴിഞ്ഞ ഉടനെ കോടതിക്കകത്തേക്ക് കയറി. തന്റെ ഈ വക സ്വഭാവം ഒന്നും കോടതിയിൽ അംഗീകരിച്ചു തരാൻ എനിക്ക് പറ്റില്ല. അത് പറഞ്ഞ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും സാറിന്റെ ഗുണമല്ലേ കാണിക്കുള്ളൂ. ഓ മൈ ഗോഡ്. താങ്ക് യു സാർ. മിസ്റ്റർ മാർത്താണ്ഡം. യെസ് സാർ. ഒന്ന് എണീറ്റ് നിൽക്കണോ? സോറി സാർ. താൻ ഇങ്ങനെ പൊട്ടനെ പോലെ നിന്നാൽ എങ്ങനാടോ? അല്ല, തനിക്ക് ഇവിടെ ഒന്നും പറയാനില്ലേ? ഈ കേസിന്റെ വിചാരണ ഒന്ന് സ്റ്റാർട്ട് ചെയ്യടോ. പാസ്. എന്താ താൻ പറഞ്ഞേ? പാസ് എന്ന് പറഞ്ഞാണ് സാർ. ഈടോ, സ്കൂളിലെ കൊച്ചു പിള്ളേരൊക്കെ കൈ പൊക്കി കാണിക്കുന്ന പോലെ കോർട്ടിൽ വന്ന് താൻ പാസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഈ പാസ് ആ അർത്ഥത്തിൽ പറഞ്ഞല്ല സാറേ. പിന്നെ എന്താ അർത്ഥമാ? ഈ കേസ് സ്റ്റഡി ചെയ്യാനായിട്ട് എനിക്കൊരു 4 ദിവസം കൂടെ സമയം വേണം. അതാ ഞാൻ പറഞ്ഞത്. അമ്മോ, ഇനി സമയം വേണം അല്ലേ?
ഈ കേസ് വരുന്ന തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. റോക്കി, കല്യാൺ ഇവര് രണ്ടുപേരെയും വരുന്ന തിങ്കളാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാനുള്ള ഉത്തരവ് ഞാൻ പുറപ്പെടുവിക്കുകയാണ്. തനിക്കുള്ളത് ഞാനിപ്പോ തരാം. മിസ്റ്റർ മാർത്താണ്ഡം, യെസ് സർ. ജഡ്ജിക്ക് മുമ്പാകെ അപമര്യാദയായി പെരുമാറിയതിന് 3000 രൂപ പിഴയും 3 മണിക്കൂർ നേരത്തെ റിമാൻഡും വിധിക്കുകയാണ്. സർ, സാർ എന്നോട് നിൽക്കാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ? ആർ യു സീരിയസ് അബൌട്ട് ദാറ്റ്? പിന്നെ ഞാൻ തമാശ പറഞ്ഞാ? ഒരു 3 മണിക്കൂറൊക്കെ റിമാൻഡിൽ കിടന്നു കഴിയുമ്പോ ഞാൻ പറയുന്നതിന്റെ ശരിക്കുള്ള സീരിയസ്നെസ് ഒക്കെ താൻ പഠിച്ചോളൂ. മനസ്സിലായോ ഡിഫൻസ് ലോയർ? ഈ അവലക്ഷണം പിടിച്ച കൈ തന്റെ ജാതകം നോക്കി കറക്റ്റ് ചെയ്യണോടോ. താൻ ഇടയ്ക്ക് വന്ന് എന്നെ ഒന്ന് കാണും. ചോദിക്കേ സർ, എന്താടാ സാർ കോട്ടി വെച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാണ്ടിരുന്നത്? ക്വസ്റ്റ്യൻസ് ചോദിക്കണം? ആരോട് ചോദിക്കണം? അതിപ്പോ ആരോടായാലും നിങ്ങൾ എന്നെ ചോദിക്കണേ. ആരോടെങ്കിലും ഞാൻ എന്തിനാ ചോദിക്കുന്നേ? അവിടെ അപ്പുറത്ത് വേറൊരു വക്കീൽ ബാധിക്കുന്നില്ലേ? അപ്പൊ സൈലന്റ് ആയിട്ടിരുന്നാൽ എങ്ങനെയാ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? എടാ, അവൻ അങ്ങനെ പലതും പറയും. എനിക്ക് ഈ കേസ് മനസ്സിലാവണ്ടേ? എന്താ മനസ്സിലായില്ലേ? ഓ, അറ്റ്ലീസ്റ്റ് ബെയിലിന് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ പുറത്താ. ബെയിലോ? എന്തിന്? ബെയിൽ എന്തിനാണെന്ന് അറിയില്ല സാറേ. ഡാ മക്കളെ, സുനാമി നേരിട്ട് കണ്ട പോലെ എന്തിനാടാ ഇങ്ങനെ ഷോക്കാവുന്നേ? നമ്മളെ പുറത്തിറക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അവസാനം ഇങ്ങനെ നമ്മളോട് ജയിലിലേക്ക് വരികയാണല്ലോ. എവിടുന്ന് കിട്ടടേ ഈ മരമണ്ടനെ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഇങ്ങനെ വന്നപ്പോഴല്ലേ അറിഞ്ഞത് മരമണ്ടനാണെന്ന്. എന്തിനാടാ നിങ്ങൾ ടെൻഷൻ അടിച്ച് എന്നെയും കൂടെ ടെൻഷൻ അടിപ്പിക്കുന്നേ? ഈ കേസ് വിട്ടേക്ക്, ഇത് മറന്നേക്ക്. ഈ കേസിന്റെ കാര്യം മറന്നേക്കടാ. അങ്കിളിനെ പറ്റി എന്തൊക്കെ ഞാൻ വിചാരിച്ചതാ. നിങ്ങളെ ആ റോൾ മോഡലായിട്ട് ഞാൻ കണ്ടത്. പക്ഷെ കോർട്ടിലെ പെർഫോമൻസ് കണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. റോൾ മോഡലോ? എന്റെ പെർമിഷൻ ഇല്ലാതെ നീ എന്തിനാ എന്നെ റോൾ മോഡലാക്കിയത്? മോളെ കീർത്തി, ലോ പഠിച്ചാ വക്കീലാവും. എന്നെ ഫോളോ ചെയ്താ നീ ഫൂൾ ആവും. ആദ്യം നീ ഇങ്ങോട്ട് ഇരിക്കുമോളെ, ഇരിക്കുമോളെ. അവരെ രണ്ടുപേരും റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിപ്പിച്ചത്. എന്നിട്ട് അവസാനം നിങ്ങൾ ജയിലിലായി. ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. അങ്കിൾ ഇതിനുള്ള മറുപടി പറയും. മോളെ കീർത്തി, കോർട്ടിൽ ഓരോ വക്കീലന്മാരും ഓരോ രീതിയിലാ പെരുമാറുന്നത്. എന്റെ രീതി ഇങ്ങനെയാ. ഞാനും ലോ സ്റ്റുഡന്റ് ആണെന്ന് ഓർമ്മ വേണം. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരുമോ? ഒരു കാര്യം ചെയ്യ്, ജഡ്ജ് എപ്പോഴും എനിക്ക് ഫൈൻ അടിച്ചോണ്ടിരിക്കും. നീ ഫൈൻ അടച്ച് എന്നെ അതിൽ നിന്ന് ഊരിയെടുക്ക്. അതാണ് നീ എനിക്ക് ചെയ്യേണ്ട ഹെൽപ്പ്. അതല്ല ഞാൻ പറഞ്ഞു. അത്രയും മതി. അത് മതിയോ? പ്രാക്ടീസ് മേക്സ് എവരിവൺസ് പെർഫെക്റ്റ്. ഓക്കെ? ഹലോ, അഡ്വക്കേറ്റ് മാർത്താണ്ഡം ടോക്കിംഗ്. ആ പറഞ്ഞോ. ആ വരാം, ഷുവർ. എന്നാ ശരി. ആരായിരുന്നു അങ്കിളെ? മോളെ, ആ വക്കീൽ ഏകാംബരമില്ലേ, അയാൾക്ക് ഈ കേസിൽ എന്തോ സംശയമുണ്ടെന്ന് അയാളുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാ. ഞാൻ ഈ കേസിൽ ഓൾറെഡി ഫേമസ് ആയതുകൊണ്ട് ഇനി ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കും. മോളെ, അവന്റെ കാര്യം എന്തായാലും ഞാൻ ഏറ്റു. കള്ളം പറഞ്ഞ് നല്ലപോലെ കാശ് സമ്പാദിച്ചിട്ടുണ്ട്. കൊറേ നേരം ആയോ? എന്തായാലും വിളിച്ചപ്പോഴേക്കും വന്നല്ലോ, താങ്ക്സ്. അതിനിപ്പോ താങ്ക്സ് പറയേണ്ട കാര്യം എന്താ? അതെ, അങ്ങനെ താങ്ക്സ് പറയാതിരുന്നാൽ എങ്ങനെ? ദൈവകോപം. നന്ദി പറയുന്നതിൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും, ശരിയല്ലേ? എന്തായാലും നിങ്ങൾ ദൈവവിശ്വാസിയാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ അല്ലാതെ. ശരിക്കും ജോത്സ്യനാവേണ്ടതായിരുന്നു ഞാൻ, പക്ഷെ വക്കീലായി പോയി. തന്റെ കാര്യോ? ഞാൻ വക്കീലായി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ജോത്സ്യം പ്രാക്ടീസ് ചെയ്യുന്നു. അതെങ്കിലും മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ? അത് തരക്കേടില്ലാതെ പോന്നു. അല്ല, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? തന്റെ അടുത്തൊരു കേസിനെ പറ്റി പറയാനാ. കേസോ? അല്ല, ഏതാവള്? കേസ് എന്ന് പറഞ്ഞ അവള് ഇവളൊന്നുമല്ല, കോടതിയിലെ കേസ്. ഓഹോ, കോടതിയിലെ കേസായിരുന്നു. എന്ത് കേസാ? നിങ്ങൾ ആ കേസിനെ കുറിച്ച് അറിഞ്ഞാൽ അത്ഭുതം കൊണ്ട് ബോധം കെട്ടി വീഴും. ബോധം കെടുന്നത് മുഖത്ത് വെള്ളം തളിക്കുന്നൊക്കെ. പിന്നെ ആദ്യം കാര്യം എന്താന്ന് പറയാം. ആ രണ്ടുപേര് തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് എനിക്ക് നിസ്സംശയം പറയാം. അവരന്ന് അതിനുപയോഗിച്ച തോക്ക് കിട്ടിക്കഴിഞ്ഞാലേ ഈ കേസ് പിന്നെ ഡബിൾ സ്ട്രോങ് ആവും. നിങ്ങൾ ഈ പറയുന്നത് സീരിയസ് ആയിട്ടാണോ? എനിക്കാണെങ്കിൽ ഈ കേസ് ഇതുവരെ പഠിച്ചങ്ങോട്ട് ദഹിച്ചിട്ടുമില്ല. ദഹിക്കാൻ ഇത് എന്തുവാടോ? വല്ല ബിരിയാണിയോ അതോ വല്ല ഫ്രൈഡ് റൈസോ ആണ്? ഈ കേസ് ആകെപ്പാടെ എന്നെ കൺഫ്യൂഷനിലാക്കിയിരിക്കുക. ഇത് എവിടുന്ന് എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആ 30 ദിവസം കൊണ്ട് നിയമം പഠിക്കാനുള്ള പുസ്തകം വായിച്ചാൽ തനിക്ക് ഒരു പിടിയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. എന്നാ പിടിച്ചോ. എന്താ ഇത്? എവിഡൻസ് ഫയൽസ്. എവിഡൻസ് ഫയൽസോ? ഇതെനിക്കെന്തിനാ? തനിക്ക് ഈ കേസിൽ ഹെൽപ്പ് ആവൂടോ? ഹെൽപ്പോ? ഞാനെന്താ ഭിക്ഷക്കാരനാണെന്ന് വിചാരിച്ചോ? ഭിക്ഷക്കാരനോ? തനിക്ക് ഭിക്ഷ തരുക? ഭിക്ഷയോ? താനിത്ര ക്ഷോഭിച്ച് സംസാരിക്കുന്ന എന്തിനാ? ക്ഷോഭിച്ച് സംസാരിക്കാതെ പിന്നെ തന്നെ കെട്ടിപ്പിടിച്ച് സംസാരിക്കണം. റെസ്പെക്ട് തന്ന് സംസാരിക്കണം. നിന്നെ എന്തിനാ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്? അതേടാ. പിന്നെന്താന്നോ? പിന്നല്ലാതെ. നീ എന്നെ എന്താ ഊളയാക്കാൻ നോക്കുക? തന്നെ ഊളയാക്കിട്ട് എനിക്ക് എന്ത് കിട്ടാനോ ഊളെ? മതി, നിർത്തിക്കോ.
നീ കാണിക്കുന്ന തെളിവ് വിശ്വസിക്കാൻ പാടില്ല എന്ന് നിന്റെ മോന്തൽ എഴുതി വെച്ചിട്ടുണ്ട്. കാശിന് വിലയില്ലാത്ത ഫയൽസ് എന്നെ കാണിച്ച ഈ കേസിൽ ഞാൻ തോറ്റുപോകുന്നു നീ വിചാരിച്ചു അല്ലേ? നോ, നെവർ. യു ആർ അൺപ്രൊഫഷണൽ ഫൂൾ. എന്നെ ഫോണെന്ന് വിളിക്കുന്നോ? എന്റെ ഓഫീസിൽ നിന്ന് ഗെറ്റ് ഔട്ട്. മര്യാദ ഇല്ലാതെ ഗെറ്റ് ഔട്ട് അടിക്കുന്നോ? ഗെറ്റ് ഔട്ട് ഒന്നും മര്യാദയോടെ പറയാൻ പറ്റില്ല. ഗെറ്റ് ഔട്ട്. വിളിച്ചു വരുത്തി അപമാനിക്കുകയാണല്ലേ? ഇപ്പൊ ഞാൻ പറയാ, നീ എഴുതി വെച്ചോ. നിന്റെ ഇൻവെസ്റ്റിഗേഷൻ തെറ്റാണെന്നും എന്റെ ഇമാജിനേഷൻ ആണ് ശരിയെന്നും ഞാൻ പ്രൂവ് ചെയ്യും. ഞാൻ ചുമ്മാ വാദിക്കുമ്പോ പോലും ഒരുത്തരും എന്റെ അടുത്ത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയിലെങ്ങാനും ഞാൻ സീരിയസ് ആയിട്ട് വാദിച്ചാൽ താൻ തന്റെ ഈ കരിയർ തന്നെ വിട്ടിട്ട് പോകും. എന്റെ പവർ എന്താണെന്ന് എനിക്കറിയില്ല. ഓഫീസിൽ പവർ ഉണ്ടെന്ന് വെച്ച് നീ പവർഫുൾ ആവൂടാ. ഈ കേസിൽ നിന്നെ തോൽപ്പിച്ച് നിൽക്കുമ്പോ എന്റെ പേര് പിന്നീട് അങ്ങോട്ട് വാനോളം ഉയരും. വാനോളം ഉയരാൻ നീ എന്തോ റോക്കറ്റോ അതോ തെങ്ങേറ്റക്കാരനോ? തെങ്ങിന് മൊത്തം ഇപ്പം മണ്ടരിയാടോ. ഏയ്, ഞാൻ ഇതുവരെ ഒരു കേസിൽ പോലും തോറ്റിട്ടില്ല. ഞാൻ ജയിക്കാൻ പാകത്തിന് ഒരു കേസ് എന്റെ അടുത്തേക്ക് ആരും കൊണ്ടുവന്നിട്ടുമില്ല. എന്റെ സർവീസിൽ ദിസ് ഈസ് ആഫ്റ്റർ ഓൾ വൺ ഓഫ് ദ കേസസ്. ഇതെന്റെ വൺ ആൻഡ് ഓൺലി വൺ കേസ്. ഞാൻ ഇവിടെ വെച്ച് ആണയിട്ട് പറയാ, ഈ കേസിൽ ജയം എനിക്കായിരിക്കും. തന്റെ ഓഫീസ് ആയതുകൊണ്ട് ആണയിടുവോ എടുത്തോണ്ട് പോവോ എന്ത് വേണാലും ചെയ്തോ. എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. ഈ കേസിൽ ഞാൻ തന്നെ ജയിക്കും. ചലഞ്ചാ? ചലഞ്ച്. മത്സരത്തിന് ഇറങ്ങുന്നത് വരെയാണ് ഞാൻ ശാന്തൻ. മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഭ്രാന്തൻ. കേസ് വാദിക്കാൻ ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ തലേതാ വാലേതാന്ന് എനിക്ക് പോലും അറിയില്ല. ലക്ഷ്യം കാണണമെന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ ജാതകം തന്നെ മാറും. ഞാൻ കേസിൽ ജയിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചോ, അല്ലെങ്കിൽ തോക്കാനായിട്ട് നീ തയ്യാറായിക്കോ. നീ ഈ കേസ് ജയിക്കുന്നത് ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ പോസിബിൾ ആക്കും ഞാൻ. എന്റെ കണ്ണിലെ തീ കണ്ടോ നീ? എന്റെ ശരീരത്തിന്റെ ചൂടറിയുന്നുണ്ടോ നീ? തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്താൽ അത് പൊട്ടിത്തെറിക്കും. വല്ല പനിയാണെന്ന് ചെക്ക് ചെയ്യടാ. നീ ഒരു കാര്യം ഓർമ്മ വെച്ചോ, ഈ കേസിൽ ഞാൻ തന്നെ ജയിക്കും. ഈ ഡയലോഗിൽ ഫോഴ്സ് ഇച്ചിരി കുറഞ്ഞു പോയി. ഈ കേസിൽ ജയം എനിക്ക്. ഭൂലോകം വനമുട്ടെ പറക്ക് ആരുടെ പാട്ടോ നീ വിജയക്കൊടി നാട്ട് ജയിക്കട ഭൂലോകം വന. ചേച്ചേ, അവൻ എത്രമാത്രം ധൈര്യോ എന്നെ വിളിച്ചു വരുത്തിട്ട് അവമാനിക്കാൻ മാത്രം. എന്ത് പറ്റി അങ്ങളെ? എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? കാര്യം എന്താന്ന് പറ. എന്നെ കൺസൾട്ടിംഗ് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് അവൻ ഇൻസൾട്ട് ചെയ്തു. അവന് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ മോളെ. എന്തിനാ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു? എവിഡൻസ് ഫയൽസിന് വേണ്ടി. എവിഡൻസ് ഫയൽസോ? ആ. എന്നിട്ട് എവിടെ? വാങ്ങിച്ചില്ല. പിന്നെ വാങ്ങാതിരുന്ന എന്താ? ആ ശീലം എനിക്കില്ല. എന്ന് പറഞ്ഞ അവൻ എവിഡൻസ് ഫയൽസ് തന്നോടെ ഞാൻ വാങ്ങിക്കണോ? അവനും അവന്റെ കുറെ തത്വജ്ഞാനങ്ങളും. അപ്പൊ എവിഡൻസ് ഫയൽസ് വാങ്ങിയില്ലേ? വാങ്ങിച്ചില്ല. അത് വാങ്ങണ്ടേ അങ്ങളെ? തേഞ്ഞു പോയ ഗ്രാമഫോൺ റെക്കോർഡ് പോലെ നീ വീണ്ടും അത് തന്നെ ചോദിച്ചാൽ എങ്ങനെ? അവൻ എന്നെ വിളിച്ചു വരുന്നത് അഭിനന്ദിക്കാനല്ല, അപമാനിക്കാനാ. കോർട്ട് റൂൾസ് പ്രകാരം എവിഡൻസ് ഫയൽസ് നമ്മൾ വാങ്ങേണ്ടതാ. ഈ കേസ് മനസ്സിലാക്കണമെങ്കിൽ എവിഡൻസ് ഫയൽ നോക്കണ്ടേ? കോർട്ട് റൂൾസോ? അപ്പൊ എനിക്ക് വീണ്ടും അറിയാതെ തെറ്റുപറ്റി പോയ മോളെ. അയ്യോ എന്റെ പൊന്നങ്ങളെ, എന്റെ ജാതകം ഞാൻ തന്നെ നോക്കേണ്ട സമയമായി. മോളെ കീർത്തി, മോള് വിഷമിക്കാതിരിക്കാൻ. ആ ഫയല് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അളിയാ, അളിയാ കേൾക്കുന്നുണ്ട്, പറയടാ. ഈയിടെയായിട്ട് ജയിലിൽ പോയിട്ട് വരുന്നവരെല്ലാം നല്ല ഫേമസ് ആവുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ നമ്മളും ഫേമസ് ആവൂടാ. എടാ, ഫേമസ് ആവണമെങ്കിൽ ആദ്യം ഇവിടുന്ന് റിലീസ് ആവണ്ടേ? അയാള് കാരണം ആകെ ഗ്യാസ് മാത്രം റിലീസ് ആവുന്നേ. അത് പറഞ്ഞു കറക്റ്റാ. അയാളുടെ കോർട്ടിലെ പെർഫോമൻസ് കണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നി എനിക്ക്. കേരളത്തിൽ പ്രളയം വന്നതുപോലെ അയാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നത്. നമ്മളെ രക്ഷിക്കാൻ ബാധിക്കുകയാണോ അതോ നമുക്ക് ജീവപര്യന്തം തരാൻ നോക്കുകയാണോ? ഒരു പിടിയും കിട്ടുന്നില്ലടാ അയാളെ കൊണ്ട്. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട. അളിയോ, അയാൾ നമ്മുടെ ഈ കേസിൽ ജയിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ അയാളെ നെഗറ്റീവായിട്ട് കാണുന്നത് അതൊട്ടും ശരിയല്ലടാ. നമ്മളൊന്ന് പോസിറ്റീവായിട്ട് കണ്ടു നോക്ക്. ഈ കേസ് വാങ്ങിച്ച് നമ്മൾ ഇതിൽ നിന്ന് രക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉയരത്തിലേക്ക് എത്തിക്കുന്ന എനിക്ക് തോന്നുന്നത്. നീ വിശ്വസിക്കേ? ഇപ്പൊ നല്ല വിശ്വാസമായി. മിണ്ടാ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മേ, അങ്ങനെ അത് കിട്ടിപ്പോയി. നമസ്കാരം സാർ. ഇത് എവിഡൻസ് ഫയൽസ് ആയിരുന്നില്ല അല്ലേ? വീണ്ടും നാണം കിട്ടും. ഈ വിവരക്കണക്ക് ചെയ്യാൻ എനിക്ക് നാണമില്ലടോ. എന്തു പറ്റി സാറേ? ഈ സമയത്ത് എന്റെ ഓഫീസിൽ എന്താ പരിപാടി?
ഓ, എവിഡൻസ് ഫയൽസ് എടുക്കാൻ വേണ്ടിയാ? ഇത് സിനിമാ കേസുമായി ബന്ധപ്പെട്ടൊരു ഫയലാ. ഈ തടിയിലൊന്നും ഒരു കാര്യമില്ല, വിവരം വേണ്ടേ? പിന്നെ ഇവന് ഭയങ്കര വിവരമല്ലേ. എടോ, ഒരുമാതിരി പൊട്ടന ആട്ടം കണ്ട പോലെ വാ പൊത്തി ഇങ്ങനെ നിന്നാ എങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് പറ. എവിഡൻസ് ഫയൽസ് ഒക്കെ തനിക്ക് അപ്പോഴേ തന്നതല്ലേ? അപ്പൊ വാങ്ങാതെ ഇപ്പൊ കക്കാൻ വന്ന എന്തിനാ? അപ്പൊ വാങ്ങിക്കാനും തോന്നിയില്ല, ഇപ്പൊ ചോദിക്കാനും തോന്നിയില്ല. അതുകൊണ്ടാ ഇങ്ങനെ. ദേ കണ്ടില്ലേ സാറേ, ഒരു നാണവും ഇല്ലാതെ വിഡ്ഢിത്തം വിളിച്ചു പറയുന്നേ. ഇവനെ കൊണ്ട് തോറ്റി എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട്. സാർ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന എന്തിനാ? പോസിറ്റീവ് ആയിക്കൂടെ? ഡിഫൻസ് ലോയറെ ഒരുപാട് പോസിറ്റീവ് ആക്കല്ലേ. ബാറ്റ്സ്മാനും ബൗളറും കൂടി അമ്പയറെ ഇടിച്ച പോലെ നിങ്ങൾ രണ്ടുപേരും എന്നെ എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നത് സാർ? ആദ്യം താനി ചെയ്തു കൂട്ടിയതിനെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടേ? ഈ വിഷയം പുറത്തെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ എന്റെ മാനം പോകും സാർ. ഇതൊക്കെ പുറത്തറിയിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ? അത്ര മോശമായ കാര്യമാണ് പിന്നെ എന്തിനാ ചെയ്യാൻ പോയെ? എടോ, തന്റെ ഈ വിഡിത്തങ്ങൾ കണ്ടിട്ടേ എന്റെ രക്തമുണ്ടല്ലോ തിളയ്ക്ക. 100 ഡിഗ്രി ആണോ 101 ഡിഗ്രി ആണോ സാർ? തനിക്ക് ഇങ്ങനെ മണ്ടത്തരം പറയാൻ കൈയും കണക്കും ഇല്ലടോ. ഓക്കെ സാർ, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ സാർ. നിക്കവിടെ. ആ എടോ ഏകാന്തം, ആ എവിഡൻസ് ഫയൽ എടുത്തു കൊടുക്ക്. അത് വെച്ച് എന്താ ഉണ്ടാക്കും നോക്കട്ടെ. ശരി സാറേ. അല്ല, സത്യത്തിൽ തനിക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? ബെയിലിനെങ്കിലും അപ്ലൈ ചെയ്തുകൂടെ? ബെയിലോ? എന്തിന്? ഇനിയിപ്പോ അത് ഞാൻ പറഞ്ഞു തരണം അല്ലേ? ബെയിലിന് അപ്ലൈ ചെയ്യുന്ന എന്തിനാണെന്ന് അറിയില്ല. സാറിനറിയോ? ഒരു വക്കീല് ജഡ്ജിയോട് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? അതൊക്കെ എനിക്കറിയാം. എനിക്കും അറിയാം. എന്നാ പിന്നെ അത് വാങ്ങിക്കൂടെ? സാറിന് തോന്നുന്ന സമയത്ത് എന്നാ ഞാൻ വാങ്ങിക്കൂല. എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചോളാന്നേ. ഇതാ എവിഡൻസ് ഫയൽ. താങ്ക് യു സാർ. ആരുടെയെങ്കിലും കൈ കൊടുത്ത് അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഭ്രാന്താണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്, പൊട്ടത്തരം പറയാനാണെങ്കിൽ അതിനും പരിധിയുണ്ട്. ഇതിപ്പോ ഭ്രാന്തനാണോ പൊട്ടനാണോ അതും മനസ്സിലാവുന്നില്ല. രണ്ടിന്റെ ഇടയ്ക്കാ. ഒരു വെളിവില്ലാത്തവനാ സാറേ. വെളിവില്ലാത്ത അയാൾക്കാ നമുക്കാ. അതൊക്കെ ആരാടാ? ബാങ്ക് സ്റ്റാഫ്. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? എന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാ. വാട്ട്? ഈ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയുന്നത് വരേക്കും ജോലിയിലേക്ക് തിരിച്ചേറാൻ പറ്റില്ല. നിന്നെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ പുറത്തിറക്കും. അതെന്റെയും കൂടെ ആവശ്യമാണ്. ആവശ്യമില്ലാതെ നീ എനിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടണ്ട. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇപ്പം എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തു. എന്താ അത്? നമുക്ക് നമുക്ക് തമ്മിൽ പിന്നെ. വാട്ട്? അല്ല, നീ ഇതൊക്കെ ശരിക്കും ആലോചിച്ചിട്ട് എന്നെ പറയുന്നതാണോ? ഇപ്പം ഞാനിരിക്കുന്ന അവസ്ഥയിൽ ഈ കേസിൽ ഞാൻ രക്ഷപ്പെടുമോ, ഇവിടെ നിന്ന് ഇനി പുറത്തിറങ്ങാൻ പറ്റുമോയെന്നൊന്നും എനിക്കൊരു പിടിയുമില്ല. കേസിൽ തോറ്റു കഴിഞ്ഞാൽ എത്ര കാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ല. എൻ്റെ ഫ്യൂച്ചറൊക്കെ എൻ്റെ കൈവിട്ട് പോയില്ലേ. നിന്റെ ഫ്യൂച്ചറും കൂടെ നശിച്ചു പോകുമെന്ന് നല്ല പേടിയുണ്ട്. സ്നേഹത്തിനും ഭാവിക്കും നടുവിൽ ഭയം വേണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാണോ നീ? സ്നേഹത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, പക്ഷെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടണം. സ്നേഹിക്കുന്ന പെണ്ണിന്റെ കണ്ണി നോക്കി പ്രൊപ്പോസ് ചെയ്യാൻ കാണിക്കാത്ത ധൈര്യം ബ്രേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം വരുന്നുണ്ടല്ലേ? നമ്മുടെ സ്നേഹം നിന്റെ സന്തോഷത്തിന് മാത്രം കാരണമായിരിക്കണം. പക്ഷെ അത് നിന്റെ കണ്ണീരിന് കാരണമായ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരഞ്ഞ തമ്മിൽ പിരിയാൻ വേണ്ടിയല്ല, ഒരുമിച്ച് ജീവിക്കാനാ. പ്രശ്നങ്ങൾ വരുമ്പോ നേരിടാ വേണ്ടേ, അല്ലാതെ ഇങ്ങനെ പേടിച്ചോടാൻ നിൽക്കരുത്. ഇത്രയും കാലം എവിടെയോ ആയിരുന്നു നമ്മൾ, ഇപ്പൊ ഒരുമിച്ച് നിൽക്കുന്നില്ലേ? ഇനി എന്തിന്റെ പേരിലും നമ്മൾ തമ്മിൽ പിരിയാൻ പാടില്ല. I love you. I love you too. വിജയിച്ച് കാണിക്കാനും അത്ഭുതങ്ങൾ സംഭവിക്കാനും ഇതങ്ങനെ സിനിമയൊന്നും അല്ലല്ലോ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ജീവിതത്തിൽ നീ മാത്രം ഉണ്ടായിരിക്കും, അതിനൊരു മാറ്റമില്ല. സോറി അളിയ, ഇതൊക്കെ നടക്കാൻ കാരണം ഞാനല്ലേ. ഞാനാണെങ്കിൽ ഒരു അനാഥൻ. എൻ്റെ കാര്യം പറഞ്ഞ് വിഷമിക്കാൻ ആരുമില്ല. പക്ഷെ നിന്റെ കാര്യത്തിന് നിനക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. നീ എന്നോട് ക്ഷമിക്കളിയ. പ്രിയനേ, നീ പുണരാൻ ചാരെ ഏതോ നിമിഷം പോൽ നോവായി നീ ചാരേ വരൂ, എന്നെ അറിയൂ നീ. പ്രിയനേ, കിനാവിലമരുകയോ ഏതോ വിഷാദ നിമിഷം പോൽ കലരുമോ പകരുമോ
ഉണ്ടോ അരികെ വരൂ പ്രാണന നീ തേനായി നുകരൂ നീ നോവായി ഞാനു നീല്ലാതെ ഏതോ കനവിലോ നാം മനസ്സിന് വിങ്ങൽ തുടരുമി ദുഃഖം ആഗ്രഹമെല്ലാം മുറുകുന്ന അഗ്നി ഏതോ നിമിഷത്തിൽ മോഹമോ അകലെ ഇനി സാധ്യമോ. ഗുരുവിന്റെ സ്ഥാനം 3-ൽ. ഹലോ, അഡ്വക്കേറ്റ് മാർത്താണ്ഡൻ സ്പീക്കിംഗ്. ആഹാ, നിങ്ങളായിരുന്നോ? നിങ്ങളുടെ മോന്റെ ജാതകം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മോന്റെ കല്യാണത്തിന് നല്ലൊരു മുഹൂർത്തം ഞാൻ നോക്കി തന്നിരിക്കും. എന്നെ വിശ്വസിക്കേ. അപ്പൊ ശരി. ആരുടെ മുഹൂർത്തത്തിന്റെ കാര്യങ്ങളെ? അല്ല, ആരെ ഇപ്പൊ വിളിച്ചേ? ആ മോളെ കീർത്തി, അതൊരു പുതിയ കേസ് വന്നതാ മോളെ. കേസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നല്ല മുഹൂർത്തം നോക്കാൻ വേണ്ടി. അല്ല, പുതിയ കേസ് ഇപ്പൊ ഏതാ? ആ മോളെ, നീ അങ്ങോട്ട് ഇരിക്കും മോളെ. വെയിൽ കൊണ്ടുവന്നതല്ലേ. പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷം? ഇപ്പൊ ഈ പുതിയ കേസ് എടുക്കേണ്ട കാര്യം എന്താ? ഉള്ള കേസിൽ തന്നെ ബെയിലെടുക്കാൻ പറ്റുന്നില്ലല്ലോ. മോളെ കീർത്തി, എനിക്ക് ബെയിൽ എടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. എന്റെ ഫസ്റ്റ് കേസിൽ ഡയറക്റ്റ് ആയിട്ട് കേസ് ജയിച്ച് വെളിയിൽ വരണം. അതിന് പകരം ബെയിൽ എടുത്ത് വെളിയിൽ വന്നാ എനിക്ക് അതിനെ നാണക്കേട്. എന്നെ ഞാൻ അവമാനിക്കുന്നതിന് തുല്യം അത്. ഇതെന്റെ ഒരു സെന്റിമെന്റ്സാ മോളെ. ഇതെന്റെ തീരുമാനമാണ്. നീ ആ തീരുമാനം അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെയാണോ? ആ, അത് തന്നെ. സാർ, സ്നാക്സ് ടൈം. ഇതിപ്പോ ഏതമ്പലത്തിലേടാ? ഇത് അമ്പലത്തിലല്ല, എന്റെ വീടിന്റെ പിന്നിൽ ഏതോ പൂജ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, പക്ഷെ വട എടുത്തോണ്ട് പോന്നു. പുറത്തിറങ്ങടാ. സാർ, നല്ല വടയാ സാറേ. ഇറങ്ങാൻ. എന്ത് ചെയ്യാനാ? എന്ത് കൊണ്ടെടുത്താലും കഴിക്കില്ല. ഇത് നമുക്ക് തന്നെ. മോളെ, പ്രസാദം കഴിക്കുന്നോ? അല്ല മോളെ, നീ ഇപ്പൊ എന്തിനാ വന്നേ? അങ്കിൾ എനിക്ക് തന്ന എവിഡൻസ് ഫയൽസ് എല്ലാം ഞാൻ നന്നായി സ്റ്റഡി ചെയ്തു. മർഡർ നടന്ന സ്ഥലത്ത് നിന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഈ കേസിന് വേണ്ട നോട്ട്സ് എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഒന്നീ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ കേസിനത് ഹെൽപ്പ് ആവുങ്ങളെ. നീ ഇതെവിടെ വെച്ചിട്ട് പോയിക്കോ മോളെ. ഞാനത് പിന്നെ നോക്കിക്കോളാം. പ്ലീസ് അങ്കിളെ ഒന്ന് നോക്ക്. മോളെ, ഇതെവിടെ വെച്ചേക്ക്. നീ പോയിക്കോ. ഡാ, മോക്കൊരു ഓട്ടോ വിളിച്ചു കൊടുക്കേ. ആദ്യം ഈ ജാതകം ഒന്ന് കുറിക്കണം. യുവർ ഓണർ, ഈ കേസിന് ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ചുള്ള പേപ്പേഴ്സ്, ഫോട്ടോസ്, എവിഡൻസ് കോപ്പീസ് എല്ലാം കോർട്ട് മുമ്പാകെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. യുവർ ഓണർ, ഈ നിൽക്കുന്ന 2 കുറ്റവാളികൾ കാട്രാ സിംഗിനെ കൊലപ്പെടുത്തി അവിടുന്ന് രക്ഷപ്പെടുമ്പോൾ 3 പേരത് കണ്ടിട്ടുണ്ട്. ആ 3 സാക്ഷികളെ കോടതി മുമ്പാകെ ഹാജരാക്കുവാൻ അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു. പെർമിഷൻ ഗ്രാൻഡഡ്. ഭദ്രം, ഭദ്രം, ഭദ്രം. തന്റെ പേര്? ഭദ്രം എന്നാ സാറേ. തന്റെ ജോലി എന്താന്ന് പറ. ഞാൻ റെയിൽവേ ഗാർഡാ. അന്ന് എന്താ സംഭവിച്ചതെന്ന് കോടതി മുമ്പാകെ പറയൂ. അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റ് ആയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഭാര്യയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കറക്റ്റ് ആ സമയത്ത് തന്നെ ദാ ആ നിൽക്കുന്ന 2 പേരില്ലേ, അവര് ധാബയ്ക്കകത്തേക്ക് പോകുന്ന ഞാൻ കണ്ടതാ സാറേ. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്ത് ആരോ തോക്കുകൊണ്ട് വെടിവെക്കുന്ന ഒച്ച കേട്ടു. ഞാനാകെ ടെൻഷനായി ബാൽക്കണിയിലൊന്ന് പോയി നോക്കി. നോക്കുമ്പോ ഇവർ 2 പേരും ഓടി കാർ കയറി പോകുന്ന കണ്ടു. ആ കാർ ഇതാണോ നോക്ക്. അതിനിത് കാറൊന്നുമല്ലല്ലോ സാറേ. ഓ, ആ, ഈ കാർ തന്നെ സാറേ. അവര് ഓടിക്കേറിയത് ഇതേ കാർ തന്നെ. ഓക്കെ, യു ക്യാൻ ഗോ. രണ്ടാമത്തെ സാക്ഷിയെ വിസ്തരിക്കുന്നതിന് വേണ്ടി കോടതിയുടെ അനുവാദം ചോദിക്കുകയാണ്. സുമൻ. നമസ്കാരം സാർ. നമസ്കാരം. തന്റെ പേര്? സുമൻ. ദാബയിൽ കൊലപാതകം നടക്കുന്ന സമയത്ത് താൻ എവിടെയായിരുന്നു? ആ റോഡിന്റെ ഓപ്പോസിറ്റ് ജോലി ചെയ്തിടും സാറേ. പെട്ടെന്ന് ഠേന്ന് ആരോ ഇവിടെ വെടിവെക്കുന്ന ഒച്ച ഞാൻ കേട്ടു. ഞാൻ ആകെ പേടിച്ച് ആ ദാബയുടെ അടുത്ത് പോയി നോക്കുമ്പോ അവർ 2 പേരും ആ ദാബയിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ഒരു കാറിൽ കയറി പോകുന്ന കണ്ടു. നീ അവിടെ വെച്ച് ഈ കാറാണോ കണ്ടത്? ആ, ഈ കാർ തന്നെയാ. സെയിം ഈ കാർ തന്നെയാ. ഓക്കെ, യു ക്യാൻ ഗോ. മുത്തശ്ശി, അന്ന് ദാബയിൽ കൊല ചെയ്ത് രക്ഷപ്പെട്ട ആൾക്കാര് ഇപ്പൊ ഈ കോടതിയിലുണ്ടോ? ഉണ്ടല്ലോ. അതാരാണെന്ന് പറയാൻ കഴിയോ? നിൽക്കുന്നവരാ. യുവർ ഓണർ, ഈ 3 പേരുടെയും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികൾ ഇവരാണെന്ന് വ്യക്തമാണ്. വളരെ ക്രൂരമായ രീതിയിൽ ഒരു കൊല നടത്തിയ ഈ കല്യാണിനും അവനെ സഹായിച്ച സുഹൃത്ത് റോക്കിക്കും അർഹമായ ശിക്ഷ നൽകി നീതി നടപ്പാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.
മിസ്റ്റർ ഡിഫൻസ് ലോയർ, മിസ്റ്റർ മാർത്താണ്ഡം, കോടതിയിലിരുന്ന് ഉറങ്ങുന്നു. അയാളെന്ന് വിളിച്ചെഴുന്നേപ്പിക്കടോ. മാർത്താണ്ഡം സാർ, മിസ്റ്റർ മാർത്താണ്ഡം, സാർ ഇങ്ങനെ കിടന്നുറങ്ങല്. ഇത് ജഡ്ജി വിളിക്കുന്ന കേട്ടില്ലേ? സാറേ, ഈ ഏകാന്തം പറഞ്ഞൊക്കെ ഊളത്തരവാ സാറേ. അയാളെ വിശ്വസിക്കല്ലേ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എനിക്ക് ഇദ്ദേഹത്തെ മനസ്സിലാകുന്നില്ല യുവർ ഓണർ. വായിൽ വരുന്ന അൺപാർലമെന്ററി വാക്കുകളാണ് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്നത്. LKG പഠിച്ചൊരു കുട്ടിയുടെ വകതിരിവ് പോലുമില്ല. ഇനിയിപ്പോ അതിന്റെ ഇടയിൽ കയറി താനും കൂടെ കൊണോണെന്ന് പറയാൻ നിൽക്കണ്ട. അവിടെ ഞാൻ കുത്തിയിരിക്കേ. ഇതൊരു കോടതിയാണെന്നുള്ള വിചാരം പോലും ഒറ്റ എടുത്തും ഇല്ലാതായിപ്പോയല്ലോ. മിസ്റ്റർ മാർത്താണ്ഡം, സാർ, ഒന്ന് എഴുന്നേക്കടോ മരവേണ്ട. ഇനി ഒരു തവണ കൂടി അപമര്യാദയായി സംസാരിക്കോ പെരുമാറോ ചെയ്താ ഒരു നോൺ ബെയിലബിൾ വാറണ്ട് തന്നെ തലയിറങ്ങ വെച്ചേരും ഞാൻ. സോറി സർ. സാക്ഷി വിസ്താരം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തൊന്ന് പറയേ. അയ്യോ, അവരുമായിട്ടൊന്നും എനിക്ക് വലിയ പരിചയമില്ല സാറേ. പക്ഷെ എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താണോ അത്? ഇവര് ശരിക്കുള്ള സാക്ഷികളാണോ അതോ കള്ളസാക്ഷികളാണോ? കള്ളസാക്ഷികളാ? ആ. അല്ല, അങ്ങനെ ഒരു ഡൗട്ട് തോന്നാനുള്ള കാരണം എന്താ? അതെന്താന്ന് വെച്ചാലേ, ഈ ഏകാന്തം അവരോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത പോലെ പറഞ്ഞത്. ഇയാൾ ഇതെന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്താ? കാരണം ഞാനും പഠിക്കുന്നത് തന്നെയാണല്ലോ പറയുന്നത്. ആഹാ, അത് സത്യമാണ് സർ. ഇവനെ ഇന്ന് ഞാൻ ഇവിടെ ഇട്ട് കത്തിക്കും. കോടതിയിലിരുന്ന് ഉറങ്ങിയ കുറ്റത്തിന് ഡിഫൻസ് ലോയർ ബഹുമാനപ്പെട്ട മാർത്താണ്ഡന് 3000 രൂപ പിഴയും ഒപ്പം 18 മണിക്കൂർ സമയത്തെ ജയിൽ റിമാൻഡും വിധിക്കുന്നു. സന്തോഷം സാർ. ഇയാൾ ഇന്ന് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഈ കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഹായ്. മനസ്സിലായി. രാത്രി ജയിലിൽ വന്ന് നിങ്ങൾ രണ്ടുപേരെയും കാണാമെന്ന് വിചാരിച്ചതാ. കേസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തോണ്ടിരുന്നോണ്ട് ശരിക്കും ഉറക്കം വന്നു. അതുകൊണ്ടാ വരാഞ്ഞത്. അപ്പൊ കൈവെട്ടിയിരുന്നെങ്കിൽ ശരിച്ചു കൊന്നു കളഞ്ഞാലും ഞാൻ. ഈ കേസിലെ സാക്ഷികൾ വളരെ സ്ട്രോങ് ആ മോനെ. ആ ഏകാന്തം അവന്റെ കുരുട്ടുബുദ്ധി പ്രയോഗിച്ച് സാക്ഷികളെയൊക്കെ വിലക്കെടുത്തിരിക്കുക. അതുകൊണ്ടാ എല്ലാവരും ഒരേപോലെ മറുപടി പറയുന്നത്. ഞാനും ബുദ്ധിപരമായിട്ട് ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്കും പുതിയ സാക്ഷികളെ ഇറക്കാം. ഇറക്കേണ്ടത് പുതിയ സാക്ഷികളല്ല, വക്കീലിനെയാ. വാട്ട് പപ്പീഷ് ആർ യു ടോക്കിംഗ്? സർ, ഞങ്ങൾ വക്കീലിനെ മാറ്റാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. റോക്കി, നീ ഒന്ന് പോയി. കള്ളനോട്ട് മാറ്റുന്ന പോലെ വക്കീലിനെ മാറ്റാൻ പറ്റുമോ? നോ, ഈ മിഷൻ ഇമ്പോസിബിളിന് ഞാൻ സമ്മതിക്കില്ല. സർ, ഈ ജനറേഷനിലെ വക്കീൽമാരെ കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കും. ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയിരിക്കില്ല. എടാ, നിങ്ങളുടെ ജനറേഷൻ രാമായണം കിഡ്നാപ്പ് കേസും മഹാഭാരതം പ്രോപ്പർട്ടി കേസുമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. എടാ, എന്ത് കാര്യത്തിനും കുറച്ച് ക്ഷമ വേണം. എടാ, ഞാൻ ഉണ്ടാക്കിയ വീടിനകത്ത് വേറൊരുത്തും കയറി പാല് കാച്ചാൻ ഞാൻ സമ്മതിക്കോ? ദിസ് ഈസ് ചീറ്റിംഗ്. നിങ്ങൾ ഈ കാണിച്ചു കൊടുക്കുന്നതിനൊക്കെ ചീറ്റ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യാനാ? എടാ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ആ സാക്ഷികളെ ഞാനും ഒന്ന് വിസ്തരിക്കട്ടെ. എനിക്കൊരു അവസരം താ. നടക്കത്തില്ല. എടാ, ഇങ്ങനെ വാശി പിടിക്കാൻ ഇവിടെ നീ എന്താണ് തിന്നുന്നത്? എടാ, എനിക്കൊരു അവസരം കൂടി താ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിക്കാൻ ഡ്യൂട്ട്. പോയാ മഹാന്റെ വായിന്നൊരു വാക്കല്ലേ പോകൂ. മണ്ട. ഈ കേസിൽ നിന്ന് നീ പുറത്തു വന്നാലും മറ്റൊരു ചീറ്റിംഗ് കേസിൽ നിന്നെ ഞാൻ അകത്താക്കും. എപ്പോഴാ പോകണ്ടെന്ന് പറ, നമുക്ക് ഒരുമിച്ച് പോവാം. നീ ചുമ്മായിരിക്കും മോളെ. അൺപ്രൊഫഷണൽ അക്യൂസ്ഡുകൾ. യുവമാരെ ഞാൻ വെറുതെ വിടില്ല. നീ വാ മോളെ. നമ്മുടെ കാര്യത്തിൽ എന്ത് ഡിസിഷൻ എടുത്താലും കുഴപ്പമില്ല. പക്ഷെ പുതിയ വക്കീലിനെ വിളിച്ച കേസ് ഒന്നിന്ന് തുടങ്ങേണ്ടി വരും. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഇത്ര നാൾ കോടതി വെച്ച് നാണം കെട്ടതൊക്കെ മതി. നിന്റെ അങ്കിളുടെ കാര്യത്തിൽ ഇത്ര നാളത്തെ റിസ്ക് തന്നെ ധാരാളം. ഇനി വയ്യ. എടാ, ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. അങ്കിളുടെ കാര്യങ്ങളൊക്കെ തൽക്കാലം നീ എനിക്ക് വേണ്ടി സഹിക്കണം. പ്ലീസ് ഡാ, പ്ലീസ്. ഈ ഒരു തവണ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതിന്റെ ഇഷ്ടം പോലെ ചെയ്. സോറി അങ്കിളെ, അവൻ അപ്പോഴത്തെ ടെൻഷനിൽ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. അവർക്ക് വേണ്ടി ഇപ്പൊ ഞാൻ സോറി പറയാം. ഈ കേസ് ഇനി അങ്കിള് തന്നെ വാദിച്ചാൽ മതി എന്ന് രാജേഷ് പറഞ്ഞിട്ടുണ്ട്. ഇനി കല്യാണത്തിന്റെ കാര്യമായാലും ഞങ്ങൾക്ക് വേണ്ടി അങ്കിള് തന്നെയാ വീട്ടിൽ സംസാരിക്കണ്ടേ. ഞാൻ പറയുന്ന മനസ്സിലാക്ക്. മതിയായി മോളെ. കല്യാണം കഴിക്കാതെ ഞാനൊരു ബ്രഹ്മചാരിയായി. ഈ കേസ് വാദിച്ച് ഞാനൊരു മണ്ടനുമായി. എന്നെ വിട്ടേക്ക് മോളെ. എനിക്ക് അങ്കിള് മാത്രം ഒരു ഹോപ്പ്. എങ്ങനെയെങ്കിലും ഈ കേസ് വാദിക്കണം. റോക്കിയെ റിലീസ് ചെയ്യണം അങ്കിളെ. എനിക്ക് എന്റെ ജീവിതത്തിൽ അവനില്ലാതെ പറ്റില്ല. നിന്നെപ്പോലുള്ള പെമ്പിളർക്ക് എങ്ങനെയുള്ളവന്മാരെ പ്രേമിക്കണമെന്നൊരു ക്ലാരിറ്റി ഇല്ല. കണ്ണടച്ച് പ്രേമിക്കുകയും ചെയ്യും, കണ്ണ് കശക്കി കരയുകയും ചെയ്യും. ഇപ്പോഴും സമയം വൈകിട്ടില്ല. ആ റോക്കി എന്ന് പറയുന്നവനെ പ്രേമിച്ച് നീ നിന്റെ ജീവിതം വഴിയാധാരമാക്കരുത്. അവനോടുള്ള പ്രണയം ബ്രേക്കപ്പ് ചെയ്ത് നീയും എന്റെ കൂടെ വന്നേക്ക് മോളെ. അവന്റെ തെറ്റിന് അവൻ അനുഭവിക്കട്ടെ. നെവർ.
അവനെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല അങ്കിളെ. 1000 കോടി ഫെയിലിയർ ലവ് സ്റ്റോറീസില് ഒരു സ്റ്റോറി നിന്റേതും ആവും. ആഫ്റ്റർ ഓൾ നീ അവന്റെ ലവർ മാത്രമല്ലേ? നീ അവന്റെ ഭാര്യയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. അവനാണെങ്കിൽ നിന്റെ ഭർത്താവിനെ പോലെയും. എന്തിനാ നീ ഇത്ര ഫീൽ ചെയ്യുന്നത്? ഫീൽ ചെയ്യും. അവൻ എന്റെ ഭർത്താവ് തന്നെയാണ്, ഞാൻ അവന്റെ ഭാര്യയും. മോളെ, നീ അവന്റെ ഭാര്യയാണോ? പ്രേമിച്ച പ്രശ്നം ഉണ്ടാവണമെന്ന് നിർബന്ധ. നമ്മൾ തമ്മിൽ ഒരിക്കലും പിരിയില്ല. നമ്മൾ തമ്മിൽ പിരിയാതിരിക്കാൻ ഇപ്പൊ എന്താ ചെയ്യുക? അതിനാകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഒന്നിക്കണം. നിനക്കതിന് താല്പര്യമില്ലെങ്കിൽ വിട്ടുകള. എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി. അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇനി ആര് വിചാരിച്ചാലും പിരിയില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വാസമായില്ലേ? എന്നാ ഒന്നുകൂടി കല്യാണം കഴിച്ചാലോ? വീണ്ടും കഴിക്കാം, പക്ഷെ അതിന് ഫാമിലിയും കൂടെ ഉണ്ടാവണം. ഓ, അതും ശരിയാണല്ലേ. ഇത്ര പെട്ടെന്ന് കല്യാണം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും സംഗതി കഴിഞ്ഞു കിട്ടിയല്ലോ. അടുത്ത പ്ലാൻ എന്താ? അല്ല, അപ്പോഴേക്കും എല്ലാം മറന്നോ? പ്ലാൻ ചെയ്ത പോലെ നാളെ വീട്ടിൽ വന്ന് നീ എന്റെ അച്ഛനോട് സംസാരിക്കണം. അയ്യോ, നാളെ എന്നെ കൊണ്ട് പറ്റില്ല. ബാങ്കിന്റെ ആവശ്യത്തിന് ഒരു സ്ഥലം വരെ പോണം എനിക്ക്. നാളെ പോണെന്ന് നിർബന്ധ. ഓഫീസിന്റെ കാര്യമല്ലേ, പോയേ പറ്റൂ. നീ പെട്ടെന്ന് വരില്ലടാ. എടി, 2 ദിവസത്തിനുള്ളിൽ ഞാനങ്ങ് വരില്ലേ? പ്രോമിസ്. നീ ഒന്ന് സമാധാനിക്ക്. ഐ വിൽ ബി ബാക്ക്. ടിൽ ദെൻ കീപ് മിസ്സിംഗ്. ഐ ലവ് യു. നവ. അന്ന് ഓഫീസുകാരത്തിന് വേണ്ടി പോയപ്പോഴാ റോക്കി ഈ കേസിൽ പെട്ടുപോയത്. സോറി അങ്കിള്. എന്ത് സംഭവിച്ചാലും പിരിയാതിരിക്കാൻ അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ഞങ്ങൾ തമ്മിൽ പിരിയേണ്ട അവസ്ഥയായി. നിങ്ങളോടൊന്നും പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്തു പോയതിന് ഞങ്ങളോട് ക്ഷമിക്കാം അങ്കിള്. എൻ്റെ അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല, പ്ലീസ്. മോളെ കീർത്തി, നിങ്ങളുടെ ജനറേഷൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങളുടെ നന്മയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ കുടുംബം നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആലോചിക്കാറില്ല. പുതിയ ജനറേഷനോടൊപ്പം നമ്മൾ മാറണം. എനിക്കത് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ സമ്പ്രദായങ്ങൾ മാറില്ല. അത് നമുക്ക് മാറ്റാനും ആവില്ല. മോളെ, നിനക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് മരിച്ചുപോയ നിന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. നിന്റെ അമ്മാവനായ എനിക്കും നിനക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഈ കേസ് ഞാൻ ടേക്കപ്പ് ചെയ്യാം മോളെ. ഉറപ്പായി ഇതിൽ വിജയിക്കുകയും ചെയ്യും. പ്രോമിസ്. മർഡർ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആ കേസിൽ നിന്ന് ഒരാളെ പുറത്തെടുക്കാനുള്ള കഴിവ് ഒരു നല്ല വക്കീലിന് മാത്രമേ ഉള്ളൂ. ഒന്നീ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ ഈ കേസിനത് ഹെൽപ്പ് ആവും നിങ്ങളെ. കാലം നീയെ അധ്വാനിക്ക്, നിന്റെ ടാലന്റ് എല്ലാം നീയും കാട്ട്. ന്യായം വരെ നീയും പോരാടുക. നല്ലവരെ നീയും രക്ഷിക്കണം. വേഗം ചെന്നിടാലോ, ഉലകം ചുറ്റിടാലോ. കൊടുത്ത വാക്കു നീയോ പാലിച്ചിടണം. ന്യായം വിജയിച്ചിടും, ധർമ്മം ജയിച്ചിടാനും പോരാടി വിജയിച്ചാൽ നീയാണോ സൂപ്പർ ഹീറോ. ജയിക്കടാ ഭൂലോകം വനം മുട്ടെ പറക്ക്. ആരുടെ പാട്ടോ നീ വിജയക്കൊടി നാട്ട്. ജയിക്കടാ ഭൂലോകം വനം മുട്ടെ പറക്ക്. ആരുടെ പാട്ടോ നീ വിജയക്കൊടി നാട്ട്. ലോയലായി നിന്ന് നോക്ക്, ലോ ബുക്സും കണ്ട് നോക്ക്. ലോജിക്കും മാജിക്കും വേണ്ടേ വേണ്ട. ന്യായത്തിന് റൈറ്റ് ഹാൻഡ്, ന്യായത്തിന് ജെയിംസ് ബോണ്ട്. റീടേക്കിൻ വിട്ട നേരം 18 പണിയോ. എല്ലാം ഓക്കെ അല്ലേ? അങ്ങേരെ എനിക്ക് വാണിംഗ് തന്നത്. സാറിന്റെ വാദം കെട്ടി കോടതിയിലുള്ളവരൊക്കെ പേടിച്ച് വരക്കണം. പേടിപ്പിച്ചാ പോരെ? എല്ലാരും വട്ടം കറക്കി നട്ടം തിരിച്ച് കാണിച്ചു തരാം. എന്താണ് സാറേ കോട്ടും സൂട്ടൊക്കെ ഇട്ട്? വക്കീൽ തന്നെയാണ്. മേടിച്ച കാശിന് പണിയെടുക്കാൻ നോക്കടാ. വക്കീലാണെന്ന് ഒരു പൊട്ടനാണ് താനെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഇപ്പൊ ഒരു പുതിയ വക്കീലിനെ വിളിച്ച് ഇനി കോട്ടൊക്കെ ഊരി വെച്ച് സ്ഥലം ഇടാൻ നോക്ക്. കേസൊക്കെ ശരിക്കും പഠിച്ചോ?
ഈ കേസിനെ പുതിയ വക്കീൽ വേതാളം വാദിക്കുന്നതിന് കോടതി അനുവദിച്ചിരിക്കുന്നു. മിസ്റ്റർ വേതാളം, നിങ്ങളുടെ വാദം ആരംഭിച്ചോളൂ. എനിക്ക് ഈ അവസരം തന്ന ജഡ്ജി അദ്ദേഹം ജനാർദ്ദനൻ സാറിന് നമസ്കാരം. ജാമ്യം എടുക്കാനാ നടന്നത് തന്നെ. ഞാനിവിടെ നിൽക്കല്ലേ, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട. യുവർ ഓണർ, ഈ കേസിൽ എന്റെ ക്ലയൻസ് നിരപരാധികളായി. യുവർ ഓണർ, ഈ മാസം 4-ന് കൃത്യമായി 4-ാം തീയതിക്ക് കാട്ര സിംഗ് എന്ന വ്യക്തിയെ മർഡർ ചെയ്തു. യുവർ ഓണർ, എന്റെ ക്ലയൻസിനും ഈ മർഡറിനും യാതൊരു സംബന്ധമില്ല. യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സാക്ഷികളെ മുൻനിർത്തി എന്റെ കക്ഷികളെ കുറ്റക്കാരാക്കരുതെന്ന് കോർട്ടിനോട് അപേക്ഷിക്കുകയാണ്. യുവർ ഓണർ, വീട്ടിൽ പോകാൻ പറ്റുമോ? ഈ കേസ് അടുത്തെങ്ങും തീരാൻ പോകുന്നില്ല. ഗിവ് മി വാട്ടർ. ഇതുപോലത്തെ വാദമൊക്കെ താൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അതെ, ഇതെന്തോന്ന് സാറേ ഇത്? പേടിച്ചു വിറച്ചു പോയല്ലേ? ആര് പേടിച്ചു പറിച്ചു? താങ്ക് യു യുവർ ഓണർ. വെള്ളം കുടി. സാറേ, ഇതെന്തോന്ന് വാദം സാറേ? അത് ഈ കോർട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വിക്ക് വിക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇതിലും ഭേദം മിണ്ടാകുന്ന മതിയായിരുന്നു. നീ എന്നെ ടെൻഷൻ അടിപ്പിച്ചാൽ എനിക്ക് ഇനി വിക്ക് വന്നുകൊണ്ടേയിരിക്കും. അതെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വാദിക്ക് സാറേ. ഞാൻ നോക്കിക്കോളാം. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ? എവിടുന്ന് വരുന്ന ഇപ്പമാരൊക്കെ ചുറ്റിയെടുത്ത് തലയടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നു. മിസ്റ്റർ വേതാളം, ഇനി താങ്കളുടെ കലാപരിപാടികൾ വല്ലതും ബാക്കിയുണ്ടോ? യുവർ ഓണർ, സാക്ഷികളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യുവർ ഓണർ. താങ്ക് യു, താങ്ക് യു. ഇത് ആഗ്രഹിക്കേണ്ട കാര്യമല്ലടോ, ഡ്യൂട്ടി അല്ലേ. എന്തെങ്കിലും ഒന്ന് വേഗം കാണിക്കേ. മനുഷ്യന് വീട്ടിൽ പോകാനുള്ളതാ. തന്റെ ഈ കഥകളി കണ്ടോണ്ടിരുന്നാലേ ഇവിടെ ബാക്കി കേസൊന്നും നടക്കില്ല. ഭദ്രം ഭദ്രം ഭദ്രം. പ്ലീസ് സാർ. ഞാൻ ഊരിത്തരാടാ. താങ്ക് യു യുവർ ഓണർ. ഇങ്ങേരെക്കാളും ഭേദം ആ പൊട്ടം തന്നെ വാദിക്കുന്നതായിരുന്നു. ഇതിപ്പോ ആ ജഡ്ജിയുടെ കഷ്ടകാലമായി പോയനെ. എന്റെ ദൈവം ഇപ്പൊ നാക്കുളിക്കാന്. തന്റെ പേരെന്താ? ഭദ്രം സാറേ. മർഡർ നടന്ന സമയത്ത് താൻ അവിടെ എന്ത് കാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? മാഗി കഴിക്കായിരുന്നു. അർദ്ധരാത്രി ആ സമയത്ത് താൻ മാഗി കഴിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം താൻ ചോദിക്കുന്നേ? ഓ, ലഞ്ചായിരുന്നു. അന്ന് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച്, അതായത് അന്ന് ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിച്ചു സാർ. നൈറ്റ് പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. നിങ്ങള് എന്റെ ക്ലയൻസിനെ എത്ര ദൂരത്ത് നിന്നാണ് കണ്ടത്? ഒരു 50 അടി ദൂരത്തില്ല സാറേ. അർദ്ധരാത്രി ഏതാണ്ട് 50 അടി ദൂരത്തില് നിങ്ങൾ എന്റെ ക്ലയൻസിനെ ക്ലാരിറ്റിയോടെ കണ്ടു എന്നല്ലേ? കണ്ടു സാറേ. താൻ കണ്ണാടി ഉപയോഗിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും. എവിടെ തന്റെ സോഡാ കുപ്പി കണ്ണാടി? ഇവിടെ എല്ലാവരും ഒന്ന് കാണിച്ചേ. ഇത് ചന്തയല്ല, എടുത്ത് വെച്ചോ. കൊലം നടന്ന ദിവസം ഈ കണ്ണാടി വെച്ചിരുന്നപ്പോഴാണോ നിങ്ങൾ എന്റെ ക്ലയൻസിനെ കണ്ടത്? അല്ല സാർ. It's a medical miracle and it's gone. Notice this point, Your Honor. ഇപ്പോ ഈ സമയത്ത് കൂടെ അയാൾ കണ്ണാടി പോക്കറ്റിൽ തന്നെയാ വെച്ചിരിക്കുന്നത്. യെസ് യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന സാക്ഷിയാണ് ഈ നിൽക്കുന്നത്. പകല് പോലും സൈറ്റ് പേഷ്യന്റ് ആണ് ഇയാള്. ഇയാൾക്ക് ഡോക്ടർ എഴുതി കൊടുത്ത കുറിപ്പ് അവഗണിച്ചുകൊണ്ട് കണ്ണാടി പോക്കറ്റിൽ തന്നെ വെച്ച പിന്നെ എന്റെ ക്ലയൻസിനെ നിങ്ങൾ ഇങ്ങനെ കണ്ടു എന്ന് പറയേ? ഐ ക്വസ്റ്റ്യൻ യുവർ ആൻസർ. I question your answer, I say. ഇത് റീഡിംഗ് ക്ലാസ്സാ സാറേ. ഇയാളൊരു പൊട്ടക്കടനാണെന്ന് ഇപ്പൊ എങ്ങനെയാ തെളിയിക്കാൻ പറ്റുക? യെസ്, എന്റെ ക്ലയന്റിന്റെ ഷർട്ടിന്റെ ബട്ടൺസിന്റെ നിറം എന്താണെന്ന് പറയേ? ഒരുത്തനിട്ടിരിക്കുന്ന കറുപ്പ്, മറ്റവന്റെ വെള്ള. കണ്ണാടി വെച്ചാ പോലും നേരെ ചൊവ്വ കാണാത്തവനാ. ഷർട്ടിങ്കിലും ഒന്ന് മാറ്റിട്ട് വന്നോളാം. മതി മതി. നോ മോർ ക്വസ്റ്റ്യൻസ്, നോ മോർ ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഇനി പോര്. പോയിട്ട് വരാം യുവർ ഓണർ. ഇനി വരണ്ട, ആ വഴി അങ്ങ് പൊക്കോ. വേതാളം, വെള്ളം കുടിക്ക്. മിസ്റ്റർ ഡിഫൻസ് ലോയർ, തനിക്ക് ഇവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കണ്ടുപഠിച്ചോ കേസ് എങ്ങനെയാ ബാധിക്കുന്നതെന്ന്. കറുത്ത കോട്ട് ഇട്ടുകൊണ്ട് കോടതി വന്നിട്ട് കാര്യമില്ല. യെസ് യുവർ ഓണർ.
അവൻ എന്നെ വട്ടം കറക്കിയവനാ. തന്നെ കയറേ കെട്ടി തൂക്കാൻ ഞാൻ ഭാഗ്യം. ഈ കേസിലെ കഥയും കഥാപാത്രങ്ങളും വെറും സാങ്കല്പികം മാത്രമല്ല. ഇപ്പൊ ഞാൻ വാദിക്കാൻ പോകുന്ന കേസ് എവിടുന്നും കോപ്പി അടിച്ചുകൊണ്ട് വന്നതുമല്ല. നോ ആനിമൽസ് വെയർ ഹാംഡ് ഇൻ ദിസ് കേസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് തികച്ചും ഹാനികരം. അത് ജീവൻ ആപത്താണ്. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇറ്റ് കോസസ് ക്യാൻസർ. പറഞ്ഞു തീർന്ന ഇനി സിനിമ എപ്പോഴാ തുടങ്ങാ? ഡിസ്ക്ലൈമർ നോട്ടീസ് ആണ് യുവർ ഓണർ. സെൻസർ ബോർഡ് ഡയലോഗ് നിർത്തിയിട്ട് കേസ് വാദിക്കാനുള്ള പരിപാടി നോക്കണോ? യെസ് മിസ്റ്റർ ഭദ്രൻ. യെസ് സർ. എന്റെ ക്ലയൻസ് ദാബയിൽ നിന്ന് പോയ ഉടനെ സെയിം കളർ കാറിൽ വേറെ ആരെങ്കിലും വന്ന് ഗാഡ്രാ സിംഗിനെ കൊന്നതാണെങ്കിലോ? അല്ല സാറേ, അതിനൊരു ചാൻസും ഇല്ല. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കാരണം? അതിന് മാത്രം സമയം ഉണ്ടായിരുന്നില്ല. സമയമില്ലെന്നോ? അതെങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും? ഇവര് ദാബയിൽ എത്ര നേരം ഉണ്ടായിരുന്നു? 2 minutes. 2 minutes? യെസ് സർ. ആർ യു ഷുവർ? സക്സസ്ഫുള്ളി ഷുവർ. അപ്പൊ താൻ കൃത്യമായ സമയം നോട്ട് ചെയ്ത് വെച്ചിട്ടാണോ ഈ പറയുന്നത്? അല്ല. താൻ സാക്ഷി പറഞ്ഞതുപോലെ എന്റെ ക്ലയൻസ് ദാബയ്ക്കുള്ളിലേക്ക് വന്നപ്പോ താൻ ആഹാരം പ്രിപ്പയർ ചെയ്യായിരുന്നു. Am I right? അതെ. ഗണ്ണിന്റെ ശബ്ദം കേട്ടപ്പോ താൻ ആഹാരം കഴിക്കുകയായിരുന്നു. Am I right? അതും കറക്റ്റ് സാറേ. തല ഇങ്ങനെ കുലുക്കല്ലേ, പെടലി നൂരി പോകും. എന്റെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. സോ 2 മിനിറ്റ് കൊണ്ട് താൻ ആഹാരം ഉണ്ടാക്കുകയും കഴിക്കുകയും എല്ലാം ചെയ്തു, അങ്ങനെയല്ലേ? അതെ അതെ അതെ. അന്ന് രാത്രി നിങ്ങൾ എന്താ കഴിച്ചത്? നൂഡിൽസ്. ആഹാരത്തിന് മുന്നേ ആണോ ആഹാരത്തിന് ശേഷമാണോ? രാത്രിത്തെ ആഹാരം തന്നെ നൂഡിൽസ് ആയിരുന്നു. ഓഹോ, ആക്ച്വലി എനിക്കും നൂഡിൽസ് ഒരുപാട് ഇഷ്ടമാണ്. കൺഫേം ആണോ? കൺഫേം സർ. ഉറപ്പിക്കാലോ? പക്ക സർ. എന്നാൽ ഓക്കെ ചെയ്തോട്ടെ. ലോക്ക് ചെയ്തേക്ക്. ഓക്കെ യുവർ ഓണർ. യുവർ ഓണർ, മിസ്റ്റർ ഭദ്രൻ 2 മിനിറ്റ് കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്തു എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും അതിന് കഴിയില്ല യുവർ ഓണർ. ഞാനിതെങ്ങനെ മറന്നേ? കൊള്ളാലോ. വിത്ത് യുവർ പെർമിഷൻ. മാഡം, നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര സമയം എടുക്കും? 10 minute. നിങ്ങൾക്കോ? 9 minute. നിങ്ങൾക്ക്? 8 minute സാറേ. അപ്പോ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഉറപ്പായും ഒരു 5 മിനിറ്റ് എങ്കിലും എടുക്കും യുവർ ഓണർ. ഹോട്ടൽസിന്റെ കാര്യം ഓർത്ത് നൂഡിൽസിന്റെ കാര്യം ഒന്നും ഓർക്കാൻ ഞാൻ. ഇയാൾക്ക് എന്ത് പറ്റിയടാ? മിസ്റ്റർ ഭദ്രം സർ, നിങ്ങൾ പറയുന്നു നൂഡിൽസ് 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെന്ന്. അതെങ്ങനെ ഉണ്ടാക്കി? സർ, എനിക്ക് ചെറുപ്പം മുതൽ നൂഡിൽസ് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നൂഡിൽസ് വേഗം ഉണ്ടാക്കാൻ അറിയാം. സത്യ സാറേ. അങ്ങനെയാണെങ്കിൽ തന്റെ നൂഡിൽസ് വല്ല മാജിക് നൂഡിൽസും ആണോ? ഞാനിപ്പോ ഒരു സ്റ്റൗവും നൂഡിൽസും കൊണ്ടുവരാൻ പറയാം. 2 മിനിറ്റ് കൊണ്ട് താൻ പ്രിപ്പയർ ചെയ്യണം. 2 മിനിറ്റിൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയാലും സമ്മതിക്കില്ല. ഇതെന്താ വല്ല മാസ്റ്റർ ഷെഫ് പ്രോഗ്രാമാണ്? മാസ്റ്റർ ഷെഫ് പ്രോഗ്രാം ആണെങ്കിലും എന്താണെങ്കിലും ശരി, 2 മിനിറ്റിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. സാർ, അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല സാറേ. താൻ ഉറപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ? മിസ്റ്റർ മാർത്താണ്ഡം, പാസ്പോർട്ട് പോലും 2 മിനിറ്റ് കിട്ടൂടോ? ഇതന്നെ താൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ? ഒന്ന് മാറ്റിപ്പടി. 2 മിനിറ്റിനുള്ളിൽ താൻ നൂഡിൽസ് ഉണ്ടാക്കുന്നോ ഇല്ലയോ? സാർ, ഈ ക്വസ്റ്റ്യൻ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചൂടെ? ചോദിക്കില്ലടോ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് ലോയർ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് സാക്ഷിയെ കൺഫ്യൂസ് ചെയ്യുകയാണ്. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. മാർത്താണ്ഡം, കണ്ടിന്യൂ ചെയ്തോളൂ. ഈ കേസിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2 മിനിറ്റിൽ താൻ നൂഡിൽസ് ഉണ്ടാക്കിയിരിക്കണം. സാർ, സാർ, എന്നെ കൊണ്ട് പറ്റില്ല സാറേ. എന്തുകൊണ്ട് പറ്റില്ല? സാർ, 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 എന്നെ കൊണ്ട് പറ്റില്ല സാറേ. ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് 2 മിനിറ്റ് കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റില്ല. അന്ന് ഞാൻ രാത്രി ഇവരാണ് കണ്ടതെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല സാറേ. സാറേ, എന്നെ വിട്ടേക്ക് സാറേ. ഞാനൊരു പാവാ സാറേ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇനി എനിക്ക് ഇയാളോട് കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കാനായിട്ടില്ല യുവർ ഓണർ. യു മേ ഗോ നൗ. സൂപ്പർ ആയിട്ടുണ്ടെങ്കിലേ. ഇത് കണ്ടില്ലടോ? അത് അത് ഇറങ്ങിപ്പോ. ഒരു രക്ഷയില്ലായിരുന്നു. ആ, ഇങ്ങനെയാണ് വാദിക്കുന്നത്. എളിച്ചത് മതി, എഴുന്നേറ്റ് പോകാൻ നോക്ക്. എടോ, തനിക്കൊന്നും പറ്റിയ പണിയല്ലത്. വേറെ വല്ല പണിയും നോക്കിക്കൂടെ? പണ്ട് അതെനിക്ക് നല്ലത്. എന്താണോ? എന്റെ കേസ് സാറിന് വാദിക്കണം സാറേ, പ്ലീസ് സാർ. ഡെഫിനറ്റ്ലി. ഈ കേസ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നൗ ദ കോർട്ട് ഈസ് അഡ്ജേൺഡ്. നമസ്കാരം സാർ. നമസ്കാരം. കൊലപാതകം നടന്ന അന്ന് രാത്രി താൻ ആ റോഡിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഒരു ജോലിയിലായിരുന്നു. ജോലി എന്ന് പറയുമ്പോ ഈ മലമറിക്കുന്ന എന്തെങ്കിലും ജോലിയോ മറ്റോ ആണോ എനിക്ക്? അല്ല സാർ. പിന്നെ ആ സമയത്ത് താൻ എന്തിനാണോ അവിടെ വന്നത്? ദിവസം ആ സമയത്താ പേപ്പർ വരാറ്. പേപ്പർ ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ലോഡ് വന്നായിരുന്നോ? വന്നായിരുന്നു. എന്നിട്ട് ഇറക്കിയോ? ഇറക്കി സാറേ. കൊല ചെയ്തിട്ട് കാറിൽ കയറി അവർ പോകുന്നത് കണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? സത്യമാണോ? സത്യമാണ് സാർ. യുവർ ഓണർ, ആ സമയത്ത് റോഡിന്റെ മറു സൈഡിലുള്ള ധാബ പോലും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോ രാത്രി സമയത്ത് 2 സെക്കൻഡ് ഗ്യാപ്പില് ഇവർ കാറിൽ കയറി ധാബയിൽ നിന്ന് പോകുമ്പോ ഇയാൾ എങ്ങനെ അത് കണ്ടു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ദിസ് ഈസ് മിഷൻ ഇമ്പോസിബിൾ യുവർ ഓണർ. ഇയാളെന്താ വല്ല ടോം ക്രൂസും ആണ്? എന്തുകൊണ്ട് മിഷൻ ഇമ്പോസിബിൾ? സാക്ഷികൾക്ക് തെറ്റ് സംഭവിച്ച് വേറെ ഒരു കാർ എന്റെ ക്ലയന്റിന്റെ കാറാണെന്ന് തെറ്റിദ്ധരിക്കാമല്ലോ. എന്തുകൊണ്ട് സാക്ഷികൾ അങ്ങനെ തെറ്റിദ്ധരിക്കണം? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ
അവർ മനുഷ്യരായതുകൊണ്ട്, തെറ്റ് സംഭവിക്കുന്നത് മനുഷ്യ സഹജമായതുകൊണ്ട്. അയ്യോ എന്റെ മുട്ടുകാല് കൂട്ടിയിടിക്കുകയാണല്ലോ. അന്ന് നീ കണ്ടു എന്ന് പറയുന്ന കാർ ഇത് തന്നെയല്ലേ? ആ ഇത് തന്നെ സാർ. കൺഫേം? കൺഫേം സാർ. പക്കാ? പക്കാ സാർ. കറക്റ്റ്? കറക്റ്റ്. ശരിക്കും നോക്ക്. ഇതാണ് സാർ. ആ ആ ആഹാ. ആ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കൃത്യമായിട്ട് പറ. അയ്യോ എന്റെ അമ്മയാണ് സത്യം സാർ. അന്ന് ഞാൻ കണ്ടത് ഈ കാർ തന്നെയാ. നിനക്ക് തെറ്റി പറ്റിപ്പോയി മോനെ. ആ കാർ ആരുടെയാന്നറിയോ? പിന്നെ അറിയാം. കണ്ടില്ലേ, ആ രണ്ട് കുറ്റവാളികളുടെയാ. അല്ല, അപ്പൊ വേറെ ആരുടെയാ? ജഡ്ജി സാറിന്. ജഡ്ജിയുടെ കാറോ? എന്ത് ജഡ്ജി സാർ? ഇനി താൻ പറയടോ, താൻ അവരെ കണ്ടു എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? സാറേ, സാറിന്റെ ചോദ്യത്തിൽ എന്നെ തലച്ചോറ് പൊട്ടിത്തെറിച്ച അവസ്ഥയാ. ഞാൻ അന്ന് കണ്ടത് ഇവരെ അല്ല എന്നുള്ള കാര്യം സമ്മതിക്കുക സാറേ. പ്ലീസ് സാർ, എനിക്ക് എന്റെ അമ്മയെ കാണണം സാറേ. എന്താണ് ഇത്? വക്കീൽ തകർക്കാണല്ലോ. ഈ കേസിൽ ഇയാൾ ഒരു ക്രിയേറ്റഡ് സാക്ഷിയാ. നോക്കടോ, പോകുമ്പോ 4 ലോലിപ്പോപ്പ് വാങ്ങിച്ചോണ്ട് വയ്ക്കോ. പോട്ടെ സാർ, സന്തോഷമുണ്ട്. സാക്ഷികളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കിയാൽ സത്യം പറയിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് സാറിന്റെ കാറാന്ന് പറഞ്ഞത്. സാറിന് എന്നോടൊന്നും തോന്നരുത് സാർ. ഇറ്റ്സ് ഓക്കെ. അമ്പോ, ഇയാൾ അവസാനം എന്നെ കുറ്റവാളിയാക്കുവോ? മുത്തശ്ശി, അന്ന് രാത്രി മുത്തശ്ശി കുറ്റവാളികളെ കാണുമ്പോ ഈ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നോ? വെച്ചിരുന്നു മോനെ. ആ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് നോക്കി പറ. കണ്ണാടി വെച്ചത് കൊണ്ട് തന്നെയാ കണ്ടത്. നിങ്ങൾ ഈ കണ്ണാടി എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നത്? 60 വർഷമായി കാണും. 60 വർഷമല്ലേ? ആ നിൽക്കുന്നവരെ നിങ്ങൾ എത്ര ദൂരത്തിൽ നിന്നാണ് കണ്ടത്? ഒരു 30 അടി ദൂരത്തിൽ നിന്നാ മോനെ. 30 അടി അല്ലേ? 30 അടി എന്നാണ് പറയുന്നത്. നോട്ട് ദിസ് പോയിന്റ്. ഒന്ന് പിടിച്ചേ. മുത്തശ്ശി, ഇതെത്ര വിരലുണ്ട്? 4 വിരലുണ്ട്. ഇത് 4 വിരലാണെന്ന് യുവർ ഓണർ. 4 വിരലാണെന്ന് എല്ലാവരും ശരിക്കും കണ്ടോളൂ. ഒരു രക്ഷയില്ല. മിസ്റ്റർ ഏകാന്തം സാർ, 4 വിരലാണ് പോലും. ഓ ആയിക്കോട്ടെ. ഇതും കള്ളസാക്ഷിയാണ് യുവർ ഓണർ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എടാ, നൗ പബ്ലിക് പ്രോസിക്യൂട്ടർ മിസ്റ്റർ ഏകാന്തം ഇവിടെ ഹാജരാക്കിയ സാക്ഷികളും തെളിവുകളും വ്യാജമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ അതൊന്നും കോടതിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. വക്കീല് പൊളിക്കുക. ഈ കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. യുവർ ഓണർ, ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ പ്രോസിക്യൂട്ട് ചെയ്യാനായി കോർട്ടിന്റെ പെർമിഷൻ വേണം യുവർ ഓണർ. പെർമിഷൻ ഗ്രാൻഡഡ്. ആ പ്രധാനപ്പെട്ട സാക്ഷി ആരാണെന്ന് അറിയോ യുവർ ഓണർ? മിസ്റ്റർ ഏകാന്തം. ഞാനോ? മിസ്റ്റർ ഏകാന്തോ? അയ്യാ, ഏകാന്തത്തിനാടാ. ഒബ്ജക്ഷൻ യുവർ ഓണർ. അദ്ദേഹം അനാവശ്യമായി ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒബ്ജക്ഷൻ ഓവർറോൾഡ്. മിസ്റ്റർ ഏകാന്തം കോടതിയോട് സഹകരിക്കണം. ഇയാളൊരു മാതിരി. ഏകാന്തം സാർ, സാക്ഷിക്കൂട്ടിൽ കയറുമ്പോ കോട്ടിടാൻ പാടില്ല എന്നാണ് റൂൾ. അമ്പോ, കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പ്ലീസ് യുവർ ഓണർ, മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ കോടതി അനുവദിക്കണം. പെർമിഷൻ ഗ്രാൻഡഡ്. അല്ല, ഇവനാരാടാ? മിസ്റ്റർ ഡിഫൻസ് ലോയർ, താങ്കൾക്ക് വാദം ആരംഭിക്കാം. താങ്ക് യു യുവർ ഓണർ. വക്കീൽ സാർ, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളെ വല്ല പരിചയമുണ്ടോ? പരിചയമില്ല. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇയാൾക്ക് കാശ് കൊടുത്തിട്ടുണ്ടോ? പരിചയമില്ല, കണ്ടിട്ടുമില്ല. പിന്നെ കാശ് കൊടുത്തോന്ന് ചോദിക്കേണ്ട കാര്യം എന്താ യുവർ ഓണർ? ഓ, അപ്പൊ ഇയാളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല സാറേ. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. യുവർ ഓണർ, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഹലോ സർ. എങ്ങനെയുണ്ടോ കാര്യങ്ങളൊക്കെ? ഞാൻ ഓക്കെയാണ് സാർ.
നീ എനിക്ക് വേണ്ടി ഒരാളെ കൊന്നു തരണം. ഈ കാട്രാസിങ്ങിനെ നിനക്കറിയാവുന്നല്ലേ? അവന്റെ സ്ഥലം തരില്ല എന്ന് വാശി പിടിക്കുക. അവനെ തീർക്കല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. തൽക്കാലം ഇത് വെച്ചോ. ഈ കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള ഇടപാട് ഒരുത്തം പോലും അറിയരുത്. സംഗതി തീരുമ്പോഴേ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഈ കേസിൽ നിനക്കൊരു പ്രശ്നമില്ലാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്ത. അതോർത്ത് പേടിക്കണ്ട. ഞാൻ ചെയ്തോളാം സാറേ, പക്ക. ഇയാളാണത് മൊത്തം ചെയ്തു കൂട്ടിയത്. സാക്ഷിമൊഴിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മിസ്റ്റർ ഏകാന്തം, ഗോകുൽ ഇവർ രണ്ടുപേരും ഈ കേസിൽ കുറ്റവാളികളാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. റോക്കി, കല്യാൺ ഇവർ രണ്ടുപേർ നിരപരാധികളാണെന്ന് കോടതിക്ക് ബോധ്യമായി. അതിനാൽ തന്നെ അവരെ വെറുതെ വിടുവാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. താങ്ക് യു സർ. ഈ കൊലപാതകം നടത്തിയ ഗോകുലിനെയും ഒപ്പം അതിന് പ്രേരിപ്പിക്കുകയും കോടതിയെ വ്യാജ തെളിവുകൾ വെച്ച് കബളിപ്പിക്കുകയും ചെയ്ത മിസ്റ്റർ ഏകാന്തത്തിനെയും കുറ്റവാളികളാണെന്ന് കണ്ട് 14 വർഷത്തെ കഠിന തടവിന് കോടതി വിധിക്കുന്നു. ഈ കേസ് വളരെ ബുദ്ധിപൂർവ്വം വാദിച്ച് തെളിയിച്ചതിന് മിസ്റ്റർ മാർത്താണ്ഡത്തെ കോടതി അഭിനന്ദിക്കുകയാണ്. താങ്ക് യു, യുവർ ഓണർ. താങ്ക് യു സർ. The court is adjourned. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഏകാന്താണ് കൊലയാളിന്ന് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ല. നോക്കുമോളെ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു വക്കീല് നിരപരാധികളെ രക്ഷിക്കുന്ന ആളാ. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ നിരപരാധികളെ രക്ഷിക്കുകയും വേണം, കുറ്റവാളികളെ ശിക്ഷിക്കുകയും വേണം. കോടതിയിൽ നിങ്ങൾ നിരപരാധികളാണെന്ന് പ്രൂവ് ചെയ്തതിനു ശേഷം ഞാൻ റൂമിലെത്തി. ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിനൊരു സഹായത്തിനായി ഞാൻ ഏകാന്തത്തിന്റെ വീട്ടിൽ ചെന്നു. എന്താ സാറേ, കാര്യമായിട്ടെന്തോ ആലോചനയിലാണല്ലോ. നമ്മൾ കൊന്നവനങ്ങ് പരലോകത്തെത്തി. അതിൽ പെട്ടവരാണെങ്കിൽ അങ്ങ് ജയിലിലും എത്തി. അപ്പോ കാട്രാസിങ്ങിനെ കൊന്നത് ഏകാന്തമായിരുന്നു. പക്ഷെ ആ മാർത്താണ്ഡൻ എന്നെ തോൽപ്പിച്ച് അവര് നിരപരാധികളാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുക. ഇട്ട് കളയി സാറേ, തോറ്റുപോയെന്ന് വെച്ചെന്താ, ഒരൊറ്റ കേസല്ലേ, അതങ്ങ് പോട്ടെ. വിഷമം തോന്നിയത് ഞാൻ കേസിൽ തോറ്റുപോയ കാര്യം ആലോചിച്ചിട്ടൊന്നുമല്ല, നാളെ ഞാനിനി പെട്ടുപോയാലോ എന്ന് ആലോചിച്ചിട്ടാ. സാറേ, ഈ നിയമമൊക്കെ വെട്ടിച്ച് നമ്മൾ എന്തുമാത്രം കള്ളത്തരം ചെയ്തേക്കുന്നു. അപ്പോഴൊന്നും ഇല്ലാതെ പേടി ഇപ്പോഴെന്തിനാ? ആ മാർത്താണ്ഡൻ വെറും പൊട്ടനാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ എന്നെ തോൽപ്പിക്കാനുള്ള ബുദ്ധി അവനുണ്ടെന്ന് പിന്നെ മനസ്സിലായി. അവൻ കാരണം ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ആവും. പിന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങുകയും ചെയ്യും. ഓഹോ, നിയമം അതിന്റെ വഴിക്ക് പോകുന്നുള്ള പേടിയാ? അതല്ല, ആ മാർത്താണ്ഡൻ നമ്മളെ പെടുത്തോന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എന്റെ സാറേ, നിങ്ങളൊക്കെ എന്തുമാത്രം ആൾക്കാർക്ക് സ്കെച്ച് ഇടുന്ന ആളാ. അതുപോലെ ഇയാൾക്കൊരു സ്കെച്ച് അങ്ങട് പണി കഴിഞ്ഞില്ലേ? ഇവൻ എവിടെയോ കണ്ടതുപോലുണ്ടല്ലോ. എവിടെയാ അത്? സർ, കാട്രാസിങ്ങിനെ കൊന്നവനെ കിട്ടിയിട്ടുണ്ട്. സാറിനെ എനിക്ക് അർജന്റായിട്ട് കാണണം. ശരി, ഞാൻ നോക്കിക്കോളാം. നീ വിട്ടോ. ഓക്കെ സാറേ. ശരിയാ, ആ മർഡർ ചെയ്തത് ആ കാട്രാസിങ്ങിനെ കൊന്ന ഇവനാ. നീയും ഏകാന്തവും നിയമത്തിന്റെ മുന്നിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ ഈ മാർത്താണ്ഡന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടില്ല. ഒരു ചെറിയ സ്ഥലത്തിന്റെ പേരില് നീ ആ കാട്രാസിങ്ങിനെ കൊന്നു കളഞ്ഞില്ലടാ. ഏകാന്തം തന്നെ ആളെ വിട്ട് കൊല്ലിച്ചിട്ട് അവൻ തന്നെ കേസും ബാധിച്ച് നന്നായിട്ട് ഡബിൾ ഗെയിം കളിച്ചു. അവൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തവനാണെങ്കിലും ഗോൾ അടിക്കുന്നത് ഞാനായിരിക്കും. നിങ്ങൾ വീട്ടിലിരുന്ന് സംസാരിച്ചൊക്കെ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സമയം വൈകിട്ടില്ല. നീ സത്യം തുറന്നു പറഞ്ഞാ നിനക്ക് ശിക്ഷ ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തു പറയുന്നു? ശരി സാറേ, സാറ് പറയുന്ന പോലെ മാപ്സാക്ഷി ആയിക്കോളാം ഞാൻ. എന്നെ എങ്ങനെയെങ്കിലും സാറ് എന്നെ ഒന്ന് രക്ഷിച്ചു തന്നാൽ മതി. കണ്ടല്ലോ സർ, ഇവന്റെ സാക്ഷിമൊഴി കൊണ്ട് മാത്രം ആ ഏകാന്തത്തിന് അങ്ങനെ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് അത്ര എളുപ്പമല്ല. അവനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് മാത്രമുള്ള എവിഡൻസും കൂടി വേണം. സാറേ, ആ പ്രൂഫ് എൻ്റെ ഉണ്ട് സാറേ. എന്താ എല്ലാം ഷൂട്ട് ചെയ്തില്ലേ? ആ, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ശരിക്കും ഇതിന്റെ പ്ലാൻ എന്താ? കൊല ചെയ്തവനല്ലടാ, പ്രേരിപ്പിച്ചവനാ ശിക്ഷ കൂടുതൽ. എപ്പോഴെങ്കിലും ഞാൻ പിടിക്കപ്പെട്ടാ ഇത് മതി എനിക്ക് തടിയൂരാൻ. അതൊക്കെ ഓക്കെ, പക്ഷെ ഏകാന്തം എന്തിനാ കാട്രാസിങ്ങിനെ കൊന്ന? അതിന്റെ ആവശ്യം എന്തായിരുന്നു?
അഡ്വക്കേറ്റ് ഏകാന്തൻ നിങ്ങൾക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ, എന്റെ ഇൻവെസ്റ്റിഗേഷനിൽ പബ്ലിക് ചീറ്റർ. ഒപ്പിട്. വെറുതെ കണ്ണീരൊഴുക്കി ഇവിടെ വൃത്തികേടാക്കല്ലേ, എനിക്ക് തുടയ്ക്കാനൊന്നും സമയമില്ല. നമസ്കാരം സാറേ, എന്നോട് വരാൻ പറഞ്ഞത്. താൻ എൻ്റെ ആളുകളോട് വളരെ മോശമായിട്ട് സംസാരിച്ചു എന്ന് കേട്ടു. ഒരുപാട് സംസാരിച്ച ദാബ കൈവിട്ടു പോകുന്നു ഓർത്തോ? ഈട് വെച്ച് എഴുതി കുത്തിയത് പ്രകാരം തന്റെ സമയം കഴിഞ്ഞു പോയ കാര്യമൊക്കെ അറിയാവുന്നതല്ലേ? അല്ല, അതിന് ഇനി 2 ആഴ്ചത്തെ കൂടെ സമയമില്ലേ? 11 മാസം കൊണ്ട് പറ്റിയില്ല. ഇനി ഈ 2 ആഴ്ച കൊണ്ട് താൻ എന്തൊലത്താനാ? ഒരുപാട് സംസാരിക്കാതെ ദാബ കാലിയാക്ക്. പെയിന്റിങ് തുടങ്ങാനുള്ളതാ. ബാങ്ക് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ പൈസ കിട്ടും. ആ കാശ് കിട്ടിയ ഉടനെ ഞാൻ നിങ്ങളുടെ കടം തീർത്തേക്കാം. എന്നാ പോക്കോട്ടെ. അതിനു മുമ്പ് ഞാൻ തീർത്തു തരാം. എന്ത് സംഭവിച്ചാലും ആ ദാബ എന്റെ കൈവിട്ടു പോകരുത്. ബാങ്ക് സ്റ്റാഫ് ഇൻസ്പെക്ഷന് വരുന്നതിന് മുമ്പ് തന്നെ ഇവനെ തീർക്കണം. ഗൂഗിൾ, നമുക്ക് അർജന്റായിട്ടൊന്ന് കാണണം. ഈട് വെച്ചുള്ള രജിസ്ട്രേഷനോ? എന്ന് വെച്ചെന്താ? അതേ മോളെ, ഈ പണയം വെക്കാന്ന് പറയില്ലേ, ഒരു 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ വസ്തു ഈട് വെച്ചിട്ട് കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി മൊത്തമായിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കും. ഇതാണ് ആ ഏകാന്തത്തിന്റെ പ്രധാന ബിസിനസ്. ഏകാന്തം കൊള്ളാലോ. ലോക്കലായിരുന്നു, എന്നെ പോലും പെടുത്തി കളഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ അവൻ ചീറ്റർ ഏകാന്തം ആയത്. ശരി, അതൊക്കെ പോട്ടെ. ഞങ്ങളുടെ കല്യാണക്കാരെ എപ്പോഴാ സംസാരിക്കാം? നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ. നിങ്ങളുടെ നക്ഷത്ര പ്രകാരം നാളെ നല്ല ദിവസമാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും അത് അറിയാതെ പറ്റിപ്പോയത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജാതകം അടിപൊളിയാ. നാളെ തന്നെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നു, മുഹൂർത്തം ഫിക്സ് ചെയ്യുന്നു. അളിയ, കല്യാണം ഫിക്സ് ആയതിന്റെ സന്തോഷത്തിൽ നമുക്കൊരു ബിയർ അടിച്ചാലോ? പിന്നെയും ബീറും. ലോയലായി നിന്ന് നോക്ക്, ലോ ബുക്സും കണ്ടു നോക്ക്, ലോജിക്കും മാജിക്കും വേണ്ടേ വേണ്ട. ന്യായത്തിന് റൈറ്റ് ഹാൻഡ്, ന്യായത്തിന് ജെയിംസ് ബോണ്ട്. റീടേക്കിൻ വിട്ട നേരം എട്ടിൻ പണിയോ. പറക്കാനി ഇതിലെ ജയിക്കാൻ ഈ വഴിയോ. തുറക്കാം ഗൃഹപാഠം ആമോദമോടെ, ജയിക്കാം വിധിയോടെ, പറക്കാം ഉലകാകെ. അടിമുടി പതറാതെ വിജയത്തിൻ ഗോപുരം. ഇനി എങ്ങ പോയിടലോ, മുൻവിധി മാറ്റിയിടലോ. ഈ വിധി മാറ്റിയിടാനായി ഒന്ന് ചേർന്നിടാം. ഇനി എങ്ങ പോയിടലോ, മുൻവിധി മാറ്റിയിടലോ. ഈ വിധി മാറ്റിയിടാനായി ഒന്ന് ചേർന്നിടാം. ഭൂലോകം വാനം മുട്ടി പറക്ക്. പാടണോ പാട്ടിൽ നീ സംഗീതത്തിൻ കുയിലോ. കേക്കട ഭൂലോകം വാനം മുട്ടി പറക്ക്. പാടണോ പാട്ടിൽ നീ സംഗീതത്തിൻ മൂളിപ്പാട്ടും. ന്യായത്തിന് റൈറ്റ് ഹാൻഡ്, ന്യായത്തിന് ജെയിംസ് ബോണ്ട്. റീടേക്കിൻ വിട്ട നേരം എട്ടിൻ പണിയോ. ന്യായത്തിന് റൈറ്റ് ഹാൻഡ്, ന്യായത്തിന് ജെയിംസ് ബോണ്ട്. റീടേക്കിന് വിട്ട നേരം എട്ടിൻ പണിയോ. പുതുതായി കേസ് വന്നുവല്ലോടോ. അവന്റെ ജന്മം മൊത്തം പാഴാണല്ലോ. നീ പോരാട്, കാണും സെക്ഷൻസ് എല്ലാം. അത് ചേർത്ത് വയ്ക്കും ഫിക്ഷനായി. ന്യായം വരെ നീയും പോരാടില്ലേ. നല്ലവരെ നീയും രക്ഷിച്ചിടും. വേഗം പോയിടാമോ, ഉലകം ചുറ്റിടലോ. കൊടുത്ത വാക്കെല്ലാം നീ പാലിച്ചിടാമോ. ന്യായം വിജയിക്കും, ധർമ്മം ജയിച്ചിടണം. പോരാടി വിജയിച്ചാൽ നീയാണോ സൂപ്പർ ഹീറോ. ജയിക്കട ഭൂലോകം വനം മുട്ടെ പറക്ക്. ആരുടെ പാട്ടോ നീ വിജയക്കൊടി നാട്ട്. ജയിക്കട ഭൂലോകം വനം മുട്ടെ പറക്ക്. ആരുടെ പാട്ടോ നീ വിജയക്കൊടി നാട്ട് നാട്ട്. ലോയലായി നിന്ന് നോക്ക്, ലോ ബുക്സും കണ്ടു നോക്ക്, ലോജിക്കും